بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين الناس غاديان فمبتاع نفسه فمعتقها وبائع نفسه فموبقها صدق شفيعنا رسول الله صلى الله عليه وسلم يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر ما لي سوى مدحي وحبي من ذخر فهما الذخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സമാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 അവസാനത്തിലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് രാത്രി കാലങ്ങളിൽ ചെലവഴിക്കുന്ന ഈ നല്ല മുഹൂർത്തങ്ങൾ നമ്മുടെ നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും മറ്റു സുഹൃതങ്ങളുടെയും സ്വീകാര്യതക്ക് കാരണമേകുന്ന വലിയ കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലപ്രവർത്തനങ്ങളിൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും
നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മിൽ നിന്ന് വിടവാങ്ങിയവർ എല്ലാവരുടെയും പാരത്രിക ലോകം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന അവശതയിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ലൈൽ എന്ന അധ്യായമാണ് വിശാലമായി സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു അധ്യായം. 3 ദിനങ്ങളിലായി ചുരുങ്ങിയ സമയമെടുത്ത് ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് നാം ചെയ്യുന്നത്. മുഴുവനായും ഈ സൂറത്തിൻ്റെ തഫ്സീറാണ് ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് ആരും നിനക്കരുത്. വിശുദ്ധ ഖുർആൻ പരന്ന വായനക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു മഹൽ ഗ്രന്ഥമാണ്. ചുരുക്കി വളരെ ചുരുക്കി ആശയങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ രൂപത്തിലാണ് അവതരിപ്പിച്ചതെങ്കിലും അതിൻ്റെ ആശയങ്ങളുടെ വൈപുല്യം ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഉദാഹരിച്ചതുപോലെ ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഖുർആനിലെ ആയത്തുകൾക്ക് സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായി ആശയധാരകളുണ്ട്. ആ സമുദ്രത്തിൽ നിന്ന് അമൂല്യമായി ലഭിക്കുന്ന മുത്തുരത്നങ്ങളെക്കാളും അമൂല്യതയുണ്ട് ഖുർആനിൻ്റെ ആശയങ്ങൾക്ക്. ആ രീതിയിൽ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിലെ വലിയൊരു ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പരന്ന രീതിയിൽ പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. ഈ സുന്നി കോഓർഡിനേഷൻ 3 ദിവസവും 4-ാമത്തെ ദിവസം ആത്മീയ വേദിയുമായി ഇവിടെ ഒരുക്കിയ ഈ പരിപാടി അൽഹംദുലില്ലാഹ് വർഷങ്ങളോളമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വിപുലമായ രീതിയിൽ വലിയ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നാം എല്ലാവരും നമ്മുടെ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും നമ്മുടെ വക ഒരു ദഅവത്ത് എന്ന രീതിയിൽ അല്പമെങ്കിലും സമയം നന്മയിൽ ചെലവഴിക്കുക എന്ന ഒരു മനസ്സോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷണിക്കുകയും പ്രചോദനങ്ങൾ നൽകി കൊണ്ടുവരികയും വേണം. ഒരു ഭംഗിവാക്കിന് വേണ്ടി പറഞ്ഞതല്ല ഞാൻ. സൂറത്തുൽ ലൈൽ നമുക്ക് പഠിപ്പിക്കുന്ന ആശയങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിലെ വിജയിയെയും പരാജിതനെയും മനസ്സിലാക്കി തരുന്ന ഒരു വലിയ അധ്യായം. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്, ഭൗതിക ജീവിതം. ഈ ഭൗതിക ജീവിതത്തിൽ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് സൂറത്തുൽ ലൈൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു തആല സത്യസാക്ഷ്യ വചനങ്ങൾ നമ്മെ എല്ലാവരെയും കൺതുറപ്പിക്കുന്ന രീതിയിൽ സത്യവചനങ്ങൾ വെച്ചുകൊണ്ട് വലിയൊരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലും ഏത് കാലത്തും ചൂടേറിയ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നൊരു പ്രമേയം. സത്യവചനങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് ഇന്ന സഅയക്കും ലശത്താ എന്നാണ്. അതാണ് സത്യവചനങ്ങളുടെ ജവാബ്. അത് വളരെ ചൂടേറിയ ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശങ്കയില്ലാത്ത വിധം തീർച്ചപ്പെടുത്തി അല്ലാഹു തആല പറഞ്ഞ ആ വചനം ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് വിശദീകരിക്കാം. അതിൻ്റെ വിശദീകരണങ്ങളാണ് തൊട്ടു താഴെ വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ യഗ്ശ. രാത്രിയെ സത്യം ചെയ്ത് പറയുന്നു. രാത്രിയാണ് സത്യം. ഇദാ യഗ്ശ, ആ രാത്രി ഇങ്ങനെ മൂടി പുതച്ച് വന്നാൽ. എന്തിനെയാ മൂടുന്നത്? മൂടേണ്ടതിനൊക്കെ മൂടി, പുതക്കേണ്ടതിനൊക്കെ പുതച്ച്
ഘട്ടം ഘട്ടമായി രാത്രി ഇങ്ങനെ പുതപ്പിക്കുകയാണ്. ആരംഭത്തിൽ തന്നെ രാത്രി എല്ലാവരെയും പുതക്കുന്നില്ല. രാത്രി വളരെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറച്ചു കഴിഞ്ഞ് രാത്രി തുടക്കത്തിൽ എല്ലാവരെയൊക്കെ കാണുന്ന രൂപം, പിന്നൊരു നിയലിക്കുന്ന രൂപം, പിന്നെ മുഴുവനായും മൂടുന്ന രൂപം, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് രാത്രി ഇങ്ങനെ പുതക്കുന്നു. ഈ രാത്രി ഇങ്ങനെ പുതക്കുന്ന ആ ഒരു സന്ദർഭം, കൂരാക്കൂരിയിട്ട് വരുന്ന ഈ രാത്രിയെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല വലിയൊരു വിഷയം അവതരിപ്പിക്കുകയാണ്. രാത്രിയിലെ ആ വ്യത്യസ്തത അനുഭവിക്കണം, അതിനാണ് ആ സത്യം. രാത്രിയുടെ മഹത്വത്തെയും എല്ലാവരും പരിഗണിക്കണം. രാവും പകലും പറയുന്നുണ്ട്, പക്ഷേ മുന്തിച്ചു പറഞ്ഞത് രാത്രിയാണ്. വന്നഹാരിയും തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, വന്നഹാരി ഇദാ തജല്ല, വെളിച്ചത്തിലേക്ക് വരുന്ന പകലിനെ തന്നെയാണ് സത്യം. പകല് വെളിച്ചമായാൽ, വെളിച്ചമേകിയാൽ, പകൽ തുടങ്ങുമ്പോൾ ചെറിയ ഒരു മറ, പിന്നെ ഒന്നുകൂടി വെളിവായി, പിന്നെ നല്ലോണം എല്ലാവരെയും എല്ലാ വസ്തുക്കളെയും കാണാൻ പറ്റുന്ന രീതിയിൽ പകലങ്ങനെ വെളിച്ചമേകുന്നു. രാത്രിയെ മുന്തിച്ചു പറഞ്ഞു, രാത്രിക്കാണ് പകലിനേക്കാളും വലിയ മഹത്വം. വിശുദ്ധ റമളാനിലും അങ്ങനെ തന്നെയാണ്. രാത്രിയും പകലും ഏത് സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ഇബാദത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയത്? രാത്രിയിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നത് വിശുദ്ധ റമളാനിലെ ഓരോ രാത്രിയിലുമാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ഒരു ഇബാദത്താണ് മുദാറസത്തുൽ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ രാത്രിയിലും വരും. ആ വർഷം ഇറങ്ങിയ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കും. തിരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന് തങ്ങളും ഓതിക്കൊടുക്കും. അങ്ങനെ വലിയ പുണ്യകർമ്മമായ മുദാറസത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിച്ചിരുന്നത് രാത്രിയിലാണ്. രാത്രിയിലാണ് അധികവും തങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്നത്. പകലിനേക്കാളും അധികം രാത്രിക്കാണ് അല്ലാഹു മഹത്വം ഏറെ നൽകിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നിസ്കാരങ്ങൾ അധികവും രാത്രിയിലാണ്. സുന്നത്ത് നിസ്കാരങ്ങളും രാത്രിയിലാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം 24 മണിക്കൂറിൽ രാത്രിയിലാണ്. അത്താഴ നേരം എന്ന് പറയുന്നൊരു നേരമുണ്ട്. അതാണ് ഏറ്റവും വലിയ മഹത്വമുള്ള നേരം. അത് രാത്രിയിലാണ്. ആ സമയത്ത് വലിയ മഹത്വം ഉണ്ടാകാൻ കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആ സമയത്താണ്. വിവിധ അംബിയാഇനെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് ആ അത്താഴത്തിന്റെ നേരത്താണ്. നജ്ജൈനാഹും ബിസഹർ, അത്താഴത്തിന്റെ നേരത്ത് നമ്മൾ അവരെ രക്ഷപ്പെടുത്തി. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും മക്കളെയും അവരുടെ എതിരാളികളിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തി. എതിരാളികളെ സുബ്ഹി തുടങ്ങുമ്പോൾ അല്ലാഹു തആല ശിക്ഷിക്കുകയും അതിനു മുമ്പുള്ള അത്താഴത്തിന്റെ നേരത്ത് അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂടെ പോയ ആളുകളെയും അത്താഴത്തിന്റെ നേരത്താണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്. ആ നേരത്തിന് വലിയ ബഹുമാനം ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ഫലമേകുന്ന നേരവും ആ നേരമാണ്. ഖുർആനോത്തിന് 24 മണിക്കൂറിൽ ഏറ്റവും അമൂല്യമായ കൂലി ലഭിക്കുന്ന നേരവും അത്താഴത്തിന്റെ നേരമാണ്. അത്താഴത്തിന് എഴുന്നേൽക്കുന്നവർ ഉണ്ണാനുള്ള സമയം മാത്രം കണക്കാക്കി എഴുന്നേൽക്കരുത്. കുറച്ചുകൂടി നേരം 20 മിനിറ്റ് ഭക്ഷണത്തിന്റെ ശേഷം ബാക്കിയുണ്ടാകണം. സ്വഹാബത്ത് അത്താഴം കഴിച്ചാൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി ഒരു 10, 15, 20 മിനിറ്റെങ്കിലും നമുക്കും ബാക്കി വേണം. സുബ്ഹി വാങ്ക് കൊടുക്കുന്ന സമയത്ത് വെള്ളം കുടിച്ച് തീരുന്ന രൂപത്തിലാകരുത്. അത്താഴം കഴിക്കേണ്ടത് അങ്ങനെയല്ല. ഒരു 10-20 മിനിറ്റ് മുമ്പ് അത്താഴം കഴിച്ച് തീരണം. ശേഷം 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി ഖുർആനിന്റെ വചനങ്ങളോദണം. ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹുവിലേക്ക് പ്രാർത്ഥനകൾ ഉയരണം. അത്താഴത്തിന്റെ നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം നൽകിയ നേരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേരത്തിന്റെ മഹത്വം പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ കാണാം. സുന്നത്ത് നിസ്കാരങ്ങൾ അധികവും അല്ലാഹു വെച്ചിരിക്കുന്നത് രാത്രിയിലാണ്.
ദീർഘിച്ച സുന്നത്ത് നിസ്കാരം നിങ്ങൾ നോക്ക്, രാത്രിയിലാണ്. തറാവീഹ് നിസ്കാരം രാത്രിയിലാണ്. വിത്ർ നിസ്കാരവും രാത്രിയിലാണ്. അവ്വാബി നിസ്കാരവും രാത്രിയിലാണ്. എണ്ണം കണക്കാക്കപ്പെടാത്ത രീതിയിലുള്ള തഹജ്ജുദ് നിസ്കാരവും രാത്രിയിലാണ്. എല്ലാ സംഗതികൾക്കും രാത്രി വലിയ മഹത്വം ഉണ്ട്. പക്ഷേ രാത്രി നമുക്ക് വെറുതെ ആകരുത്. രാത്രി നമുക്ക് ലാഭമാകണം, പകലും നമുക്ക് ലാഭമാകണം. നഹാറൂക മഗ്റൂറുൻ വസഹുൻ വഗഫ്ലതു വലൈലുക നൗമുൻ വറദാലക ലാസിമു. നിന്റെ പകൽ നീ ചതിയിൽ അകപ്പെട്ട് ജീവിക്കുന്നു. കുറെ വഞ്ചനയും ചതിയും കുറ്റവുമായിട്ട് നീ എങ്ങനെ നടക്കുന്നു? അശ്രദ്ധയും അതുപോലെ തന്നെ പല കാര്യങ്ങളും മറന്ന് നിന്റെ ജീവിതം. രാത്രിയാണെങ്കിലോ നിനക്ക് ഉറക്കം മാത്രം നിന്റെ ജീവിതത്തിൽ ഒരു ഹൈറായിട്ടുള്ളത്. രാത്രി നിന്റെ ഉറക്കവും പകല് നിന്റെ ജീവിതത്തിൽ അലസതയിൽ അകപ്പെട്ടൊരു ജീവിതവും, രണ്ടും കൊണ്ട് നിനക്ക് ലഭിക്കുന്നത് നാശം മാത്രമാണ്. രാവും പകലും രണ്ടും നമുക്ക് ലാഭമാകണം. ഏറ്റവും അധികം ലാഭമാകേണ്ടത് രാത്രിയാണ്. രാത്രി സുഹൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എല്ലാ മഹാന്മാരും. അതുകൊണ്ട് തന്നെ രാത്രിക്ക് വലിയ മഹത്വം ഉണ്ട്. രാത്രി വെറുതെയാക്കരുത്. രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. രാത്രിക്ക് പകരം അല്ലാഹു തആല പകലാണ് നൽകിയിരുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് തആല ചോദിക്കുന്നുണ്ട്, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ. മുഴുവൻ സമയവും 24 മണിക്കൂറും പകല് നൽകിയിരുന്നെങ്കിൽ മനുഷ്യന്റെ ജീവിതം ആകെ തകരാറിലാകും. ശാന്തിക്കും സായുജ്യത്തിനും ലഭിക്കുന്ന രാത്രി നിങ്ങൾക്ക് ആര് കൊണ്ടുതരും? മുഴുവനും അല്ലാഹു തആല രാത്രിയാണ് സംവിധാനിച്ചിരുന്നത് എങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ. പകൽ വെളിച്ചം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നടക്കുന്നുണ്ട്. ആ വെളിച്ചമുള്ള പകല് ആരാണ് നിങ്ങൾക്ക് നൽകുന്നത്? അതുകൊണ്ട് വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. രാത്രിയും പകലും രണ്ടും അല്ലാഹുവിന് നന്ദി ചെയ്യാനാണ്. ഒന്നാമതായി രാത്രിയെ പറ്റിയും പകലിനെ പറ്റിയും പഠിക്കണം. ഈ വ്യത്യസ്തത പഠിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അവന് എളുപ്പമാണ്. രാത്രിയും പകലും എന്നും ഒരുപോലെയല്ല. വർഷത്തിൽ ഒരേ രൂപത്തിൽ അത് 12 വരുന്നത് ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അങ്ങനെയൊക്കെയാ വരുന്നത്. മാറ്റമുണ്ട്. രാത്രിയും പകലും ഒരുപോലെയല്ല. നമ്മൾ പകലല്ലേ ഇപ്പൊ കൂടുതൽ സമയം നോമ്പെടുക്കുന്നത്, രാത്രി കുറവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ രാത്രി അധികമാണ്, പകല് കുറവാണ്. ഈ വ്യത്യസ്തതയിൽ നിന്ന് മനുഷ്യൻ ഒരുപാട് പഠിക്കണം. ആരാണ് ഈ വ്യത്യസ്തതയ്ക്ക് കാരണം? ഏത് ഉപകരണമാണ് ആ വ്യത്യസ്തത നൽകുന്നത്? അതിന്റെ പിന്നിൽ ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ വലിയ ഖുദ്റത്ത് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ചിന്തിക്കാനാണ് അല്ലാഹു തആല രാത്രിയിൽ വ്യത്യാസം നൽകിയത്. അതുകൊണ്ടല്ലേ വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞത്, ബുദ്ധിമാന്മാരായ അല്ലാഹുവിനെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസികളോട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. രാത്രിയുടെയും പകലിന്റെയും ഈ മാറ്റങ്ങളിൽ ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കാൻ ഒരുപാട് പഠനങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ബുദ്ധിമാന്മാരാരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്ന് നിസ്കരിക്കാൻ കഴിയുമ്പോൾ നിന്ന് നിസ്കരിക്കും, കഴിയാത്ത വിധം വരുമ്പോൾ ഇരുന്ന് നിസ്കരിക്കും, അതിനും കഴിയില്ലെങ്കിൽ കടന്നു നിസ്കരിക്കും. ആ ബുദ്ധിയുള്ള ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയ ആളുകളല്ല ബുദ്ധിമാന്മാർ. അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. ബാക്കിയുള്ളവർക്ക് ആരെങ്കിലുമൊക്കെ സയന്റിസ്റ്റ് എന്ന് പേര് വെച്ചതിന് നമ്മൾ ഉത്തരവാദിയല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവൻ എന്ത് ബുദ്ധിമാനാണ്? പലതും കണ്ടെത്തിയിട്ടും അള്ളാഹുവിനെ പറ്റി തിരിച്ചറിയാത്തവനെ പറ്റി എന്ത് ബുദ്ധിമാനെന്ന് പറയും? അവനെ വേറെന്തെങ്കിലും പേര് പറയാനല്ലേ? ഈ കണ്ട വ്യത്യസ്തതകളൊക്കെ അല്ലാഹു തആല നൽകിയത് എന്തിനാ?
ഒന്നാമതായി അള്ളാഹുവിനെ പഠിക്കാനും മനസ്സിലാക്കാനുമാണ്. ഏത് ഉപകരണമാണ് ഈ വ്യത്യാസം നൽകുന്നത് സഹോദരങ്ങളെ? ഒരു ഉപകരണവുമല്ല. ഏതെങ്കിലും രാജ്യത്തുള്ള ഉപകരണം കൊണ്ടാണോ ഈ വ്യത്യാസം വരുന്നത്? അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാത്രിയാണ്, വേറെ ചില സ്ഥലങ്ങളിൽ പകല് തുടങ്ങുകയാണ്, വേറെ ചില സ്ഥലങ്ങളിൽ പകൽ ആരംഭിച്ച് 10 മണിയായി. ലോകതലത്തിലുള്ള രാവും പകലും ഒക്കെ കണക്കൂട്ടട്ടെ, എന്നിട്ട് ആ വ്യത്യസ്തതയെ പറ്റി പഠിക്കട്ടെ മനുഷ്യൻ. ഒന്നും ഇല്ല എന്ന് വാദിക്കുന്ന മൂഢൻ ഈ അടയാളങ്ങളെ കുറിച്ച് പഠിക്കണം, വിലയിരുത്തണം. ആരാണ് ഇതിന്റെ പിന്നിലുള്ള ചാലകശക്തി? ഒന്നുമില്ലാതെ ഈ രൂപത്തിലുള്ള വ്യത്യസ്തത നടക്കുമോ ലോകത്ത്? ഒരു ബുദ്ധിയുള്ള ആള് പറയില്ല ഒന്നുമില്ലാതെ, പിന്നിലൊരു ചാലകശക്തി ഇല്ലാതെ നടക്കുമെന്ന് പറയില്ല. അങ്ങനെ പറയുന്ന ആളോട് പണ്ട് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ പറയണം. ഒരു യുക്തിവാദി വന്നിട്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഈ ഭൂമിയും ആകാശവും ഒക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ഇലാഹുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ത് വാദമാണത്? ഇമാമുൽ ആലം തങ്ങൾ പെട്ടെന്നാണല്ലോ മറുപടി കൊടുക്കുക. മഹാനവൾകർ പറഞ്ഞു, ഒരു കപ്പല് വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ പോരുന്നോന്ന് വെച്ചു. ഒരു കപ്പല് കരക്കണയാൻ പോകുന്നുണ്ട്, നിങ്ങൾ കാണാൻ വരുന്നുണ്ടോ? ഈ ചോദ്യകർത്താവിനോട്. ആ കപ്പലോട്ടാൻ കപ്പിത്താനില്ല. കപ്പിത്താനില്ലാത്തൊരു കപ്പല് വരുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോ നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഉസ്താദെ, പ്രകാശം കൊണ്ടൊക്കെ പറക്കുന്ന കാലാണിപ്പോ. വേറെ അതിന്റെ പിന്നിലൊക്കെ സംഗതികളില്ലേ, ചാലക ശക്തിയില്ലേ? ഒരു പേടകം പോവുകയാണെങ്കിലും അത് എവിടെ എത്തി എന്നുള്ള ഇവിടെ നിന്ന് ഒരു റിമോട്ട്, ഒരു കൺട്രോളർ നടത്തിയിട്ടല്ലേ കാര്യങ്ങൾ വിലയിരുത്തി പറയുന്നത്, അല്ലാതെ സ്വമേധയാ പറയുന്നുണ്ടോ? എന്നാ പിന്നെ എല്ലാ കഴിവും മനുഷ്യരിൽ ഉണ്ടെങ്കിൽ കടലിന്റെ ആടിയിലേക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു പോയ 3 ആളുകളില്ലേ, അവരെവിടെ? അവർ തിരയാൻ പോയ വേറൊരു വസ്തു ഇല്ലേ, അതെവിടെ? കോടിക്കോടി ചെലവഴിച്ചത്. എല്ലാം ഒരു ഉപകരണങ്ങളെ കൊണ്ട് മാത്രം നടക്കുന്നതാണെങ്കിൽ അത് പറയട്ടെ, അതും വേണ്ടേ ലോകത്ത് കണ്ടെത്തുക? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറഞ്ഞു, കപ്പിത്താനില്ലാത്തൊരു കപ്പല് വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ പോരുന്നോന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് പോയത്താ നിങ്ങൾ പറയുന്നത്? ഇമാമുൽ ആലം തങ്ങളോട് എന്ത് വർത്തമാനമാ നിങ്ങൾ പറയുന്നത്? കപ്പിത്താനില്ലാത്തൊരു കപ്പല് വരെ. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, മനുഷ്യ, കപ്പല് ചെറിയൊരു സൃഷ്ടിയല്ലേ, അത് ഓടിച്ചു വരാനും കരക്കടുപ്പിക്കാനും ഒരാള് വേണമെന്ന് നീ പറയുന്നു. ഈ കണ്ട ഈ പ്രപഞ്ചം നിയന്ത്രിക്കാനും ഇത് ചലിപ്പിക്കാനും ഒരാള് വേണ്ടാന്നുമാണോ നീ പറയുന്നത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോ അയാളാകെ വിയർത്തു. അയാൾക്ക് എല്ലാ ഉത്തരവും മനസ്സിലായി, എല്ലാ വിഷയങ്ങളും അതിൽ നിന്ന് മനസ്സിലായി. പണ്ട് കാലത്ത് ഉയർന്നു വന്ന അതേ രീതിയിലേക്ക് തിരിച്ചു പോവുകയാണ് ലോകം, അല്ലാതെ ഒരു പുതുമയാണെന്ന് മനസ്സിലാകരുത്. വസയഊദു കമാ ബദഅ, തുടങ്ങിയതുപോലെ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞില്ലേ, അതിലേക്കാണ് ലോകത്തിന്റെ ഈ പരിണാമം നടക്കുന്നത്. അല്ലാതെ ഒരു പുതുമയായി കണക്കൂട്ടരുത്. വിശ്വാസ ദൗർബല്യവും ഈ വിഷയങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. നമ്മൾ ആ ഗുറബായിലാണ് പെടേണ്ടത്. അല്ലാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഗുറബായിലാണ് പെടേണ്ടത്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത രീതിയിൽ ജീവിക്കുന്ന ഗുറബാ, പാരമ്പര്യാടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരാ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾ, അതിൽ ഉറച്ചു നിൽക്കണം. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ചോദിച്ച ഒരുപാട് ചോദ്യകർത്താക്കളുണ്ട്. അവർക്കൊക്കെ മഹാനവറുകൾ തികഞ്ഞ മറുപടി കൊടുത്തിട്ടുണ്ട്. മറ്റൊരിക്കലൊരു കൂട്ടർ ചോദിച്ചു, അള്ളാഹുവിനെ കാണിച്ചു തരാൻ പറ്റുമോ? അത് സംവാദത്തിന് വേണ്ടി വേദി കെട്ടിയിട്ട് ഒരുങ്ങിയ യുക്തിവാദികളാണ്. ഒരു കൂട്ടം ആളുകളുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ കീഴിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖിനെ, ഗുരുനാഥനെ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിനെയാണ് സംവാദത്തിലേക്ക് അവർ ക്ഷണിച്ചത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒന്ന് മുതഅല്ലിമാണ്. ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോൾ ഉസ്താദിന്റെ മുഖത്തൊരു വിഷമം. എന്താ ഉസ്താദെ, എന്തൊരു ടെൻഷൻ ഉണ്ടല്ലോ? ഉസ്താദ് പറഞ്ഞു, എന്നെ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, രാജാവ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികള്, നിരീശ്വരവാദികള് അവിടെ സംവാദത്തിന് വേണ്ടി വേദി കെട്ടി കാത്തിരിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദ് പോകണ്ട, ഞാൻ പോയിക്കോളാം.
ഞാനൊരു മുത്തല്ലിമല്ലേ, അവരെ ചോദ്യത്തിന് എനിക്കിനി ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും മുത്തല്ലിമല്ലേ, പ്രശ്നാക്കണ്ട. ഇനി ഞാൻ അവരെ ജയിച്ചടക്കിയോ ആ വിജയം ഉസ്താദിനല്ലേ, എനിക്കല്ലല്ലോ ആ വിജയം ഉസ്താദിനല്ലേ, ഞാൻ പോയിക്കോളാം, ഉസ്താദ് പോണ്ടെന്ന് പറഞ്ഞു. ഉസ്താദ് അവിടെ ഇരുന്നോളി. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുത്തല്ലിമാണ്. മഹാനവറുകൾ ചെന്നു. ഖലീഫ ചോദിച്ചു, നിന്റെ ഷെയ്ഖ് എവിടെ? ഷെയ്ഖ് വരേണ്ട ആവശ്യമില്ല, ഞാൻ മതി. ഞങ്ങളെ നാട്ടിലൊന്നും ഉറുമ്പിനെ കൊല്ലാൻ ആരും ഒലക്കെടുക്കാറില്ല. ഇവർക്കല്ലേ, ഈ യുക്തിവാദികൾക്കല്ലേ, അവർക്ക് മറുപടി പറയാൻ ഞാൻ ധാരാളമാണ്, അധികമാണ്. ചോദിച്ചോട്ടെ. ആദ്യ ചോദ്യം, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇമാമുൽ ആലം തങ്ങൾ വേർത്തില്ല, മറുപടി കൊടുത്തു. ആദ്യം തന്നെ ഖുർആൻ കൊണ്ട് മറുപടി കൊടുത്തു. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ നഗ്നനേത്രങ്ങൾ അല്ലാഹുവിനെ കണ്ടെത്തുകയില്ല. അല്ലാഹുവിനെ കാണാൻ ഈ സാധാരണ കണ്ണുകൾക്ക് കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എല്ലാ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു തആല കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്തേ അല്ലാഹുവിനെ കാണാൻ കഴിയാത്തത്? വഹുവൽ ലത്തീഫുൽ ഖബീർ. റബ്ബ് സുബ്ഹാനഹു വ തആല ലത്തീഫാണ്. സാധാരണ കണ്ണുകൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ദാത്തല്ല അല്ലാഹുവിന്റെ ദാത്ത്. അല്ലാഹു ലത്തീഫാണ്. സാധാരണ നഗ്നനേത്രങ്ങളെ കൊണ്ടോ ഉപകരണങ്ങളെ കൊണ്ടോ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹു ഖബീറുമാൻ. ആയത്ത് ഓതി കൊടുത്തപ്പോ യുക്തിവാദി പറഞ്ഞു, അത് ഖുർആന്റെ ആയത്തല്ലേ, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ഭൗതിക അടിസ്ഥാനത്തിലുള്ള തെളിവ് വേണം. അപ്പൊ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ മുന്നിൽ ഒരാൾ മരിക്കാൻ കിടക്കാണ്. അയാള് മരിക്കാൻ വേണ്ടി നിങ്ങളെ മുന്നിൽ അയാള് ആസന്നമായ ഒരാൾ കിടക്കാണ്. അയാൾ മരിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? അപ്പൊ അവര് പെട്ടെന്ന് മറുപടി പറഞ്ഞു, അയാളെ റൂഹ് അങ്ങോട്ട് പോയാൽ മരിച്ചു തീരുമാനിക്കും. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് സാധനം? റൂഹ് മൂക്കിലൂടെ പോകുന്നത്, കണ്ണിലൂടെ പോകുന്നത്, വിരലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ റൂഹിനെ? റൂഹ് പോയാൽ ആള് മരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണാതെ പിന്നെ എങ്ങനെ റൂഹ് പോയി നിങ്ങൾ പറയാ? കാണാത്ത ഒരു സംഗതിയിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? റൂഹിനെ കാണാൻ കഴിയാത്ത നിങ്ങൾക്ക് റൂഹിനെ പടച്ച റബ്ബിനെ കാണാൻ എന്ത് കഴിവാണുള്ളതെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ഒരു മഖ്ലൂക്കല്ലേ റൂഹ്. ആ റൂഹിനെ കാണാനുള്ള കഴിവ് നിങ്ങളെ കണ്ണിനുണ്ടോ? പിന്നെങ്ങനെ റൂഹിനെ പടച്ച ഖാലിഖായ റബ്ബിനെ നിങ്ങൾ കാണും? ഒന്നും പറയാനില്ല. എഴുതുന്ന ആളും അങ്ങനെ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തല്. എഴുതുന്ന ആള് അമുസ്ലിമാണ് പേര് കൊടുത്തെങ്കിലും അപകടത്തിന്റെ റിപ്പോർട്ടിൽ എന്താ അവസാനം കാണല്? മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ജീവൻ രക്ഷിക്കാനായില്ല എന്നായത്. എന്താണ് സാധനം? എന്താ സഹോദരങ്ങളെ അത്? കാണാത്തതിലാ വിശ്വസിക്കുന്നത്. കാണാത്തന്നല്ലേ ഇപ്പൊ എഴുതിയത്? കണ്ടോ? എഴുതിയ ആള് കണ്ടോ ജീവൻ എന്താ? വായിച്ചാള് കണ്ടോ ജീവൻ എന്താണെന്ന്? റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് അച്ചടിച്ചിറക്കിയ ഏറ്റവും വലിയ യുക്തിവാദി കണ്ടോ എന്താണ് ആ എഴുതിയ ജീവൻ എന്നത്? അവൻ കണ്ടോ? ആരാ ഇത് കണ്ടത്? ഉണ്ടെന്നെല്ലാരും പറയുന്നുണ്ടല്ലോ, എല്ലാരും പറയുന്നുണ്ടല്ലോ ഒരുമിച്ചുണ്ട്. അപ്പൊ റൂഹിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? ആ വിശ്വസിക്കുന്നു. എന്നാ റൂഹിനെ പടച്ച റബ്ബിലും വിശ്വസിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ റൂഹിനെ. റൂഹിനെ കാണാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ റൂഹിനെ പടച്ച റബ്ബിനെ കാണും? തുരുതുരാ ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അതിനൊക്കെ മറുപടി പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു, നിങ്ങളെ ഗുരുനാഥനെ ഞങ്ങൾക്ക് കാണണം. എന്തിന്? നന്നായി പഠിക്കാനും രിദ്ദത്തിന്റെ സീഗ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാനും. ആ സംവാദനം കഴിഞ്ഞിട്ട് യുക്തിവാദികൾ മൊത്തം ഇമാമുൽ ആലം തങ്ങളെ പിന്നാലെ പോയി ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. അവര് സീഗ നന്നാക്കി ചൊല്ലി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായ യുക്തിവാദിയായ അയാള് സാധാരണ ഷഹാദത്ത് ചൊല്ലിയാ പോരാ, അതിനു മുമ്പ് ചൊല്ലണം കഫർതു ബിമാ കുന്തു അശ്റക്തു ബിഹി വഅന ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഒരു സാധാരണ ഷഹാദത്ത് പോരാ. ആ മടങ്ങി വരുന്ന ആൾക്ക് ഒരു സാധാരണ സാക്ഷ്യം പോരാ. നേരത്തെ അയാള് മടങ്ങിപ്പോയി ശരിയായ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിനെ നിഷേധിച്ച് അതിൽ നിന്ന് ഒഴിവായി എന്ന് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അയാൾ പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാലേ ഷഹാദത്ത് സ്വീകരിക്കപ്പെടുള്ളൂ. അവരെല്ലാവരും അങ്ങനെ മടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് രാത്രിയെയും പകലിലെയും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാഹു തആല രാത്രിയെ സത്യം ചെയ്തു. എല്ലാ ജീവികൾക്കും അല്ലാഹു തആല വസിക്കാനും വിശ്രമിക്കാനും ഒരുക്കിയ ഒരു രാത്രി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാത്രിയെ ഇങ്ങനെ ഒന്ന് മൂടിപ്പോച്ച് തന്നുകൊണ്ടല്ലേ നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പ്. എല്ലാ ജീവികൾക്കും ഏതൊരു രോഗിയും ഡോക്ടറെ അടുത്ത് ചെന്നാൽ ആദ്യം തന്നെ ചോദ്യം എന്താ? ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണം. ദഹനം ഉണ്ട്. ഉറക്കമോ? ഉറക്കം രാത്രി തീരെയില്ല. എന്നാ രോഗം മാറാൻ കുറച്ച് പ്രയാസമാണ്. രാത്രി തീരെയില്ല എന്ന് പറയുമ്പോ ഈ രാത്രി അല്ലാഹു തആല നമുക്ക് വജഅല ലക്കുമുൽ ലൈല സകനൻ, രാത്രി അല്ലാഹു തആല സായുജ്യത്തിന് എന്തൊരു സൗകര്യമാണ് അല്ലാഹു ഏർപ്പെടുത്തി തന്നത്. ഏത് ചൂടുകാലമാണെങ്കിലും രാത്രി ഉറങ്ങാൻ മനുഷ്യൻ അല്ലാഹു കഴിവ് തരുന്നു. എല്ലാ ജീവികൾക്കും അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് നൽകുന്നു. പകല് സമയമാകുമ്പോൾ ഉറക്കിൽ നിന്ന് മാറിയിട്ട് ഉണരാനും ചലിക്കാനും അല്ലാഹു തആല വലിയ സംവിധാനം തരുന്നു. പുറത്തേക്ക് പോകാനും തന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു ഒരുക്കി തരുന്നു. കൂട് വിട്ട് പറക്കുന്ന പക്ഷികൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പകല് വെളിച്ചം സഹായമാണ്. രാത്രി പലതിനും അല്ലാഹു തആല കാഴ്ച നൽകിയിട്ടില്ല. ആ കാഴ്ചയില്ലാത്തതിന് പകലിൽ വലിയ കാഴ്ചയുണ്ട്. എന്തൊരു സുഖമാണ്! പകലിൽ അവർ പറക്കുന്നു, അന്നം തേടി പല ഭാഗത്തേക്കും അവർ പോകുന്നു. ഈ ഒരു സമയം രാത്രിയും പകലും വേറിട്ട രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് മനുഷ്യൻ അല്ലാഹുവിനെ ഓർക്കാനും നന്ദി ബോധത്തോടെ ജീവിക്കാനുമാണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കർ. രാത്രി നഷ്ടമായത് പകലിൽ വീണ്ടെടുക്കണം, പകലിൽ നഷ്ടമായത് രാത്രിയിലും വീണ്ടെടുക്കണം. ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കർ. ഉണർന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പകരമായിട്ടാണ് ഒന്നിന്റെ പിന്നാലെ മറ്റൊന്നിനെ അല്ലാഹു പടച്ചത്. രാത്രി സമയത്ത് ഉറക്കം കൂടിയിട്ട് വിർദുകൾ നഷ്ടപ്പെട്ടാൽ പകല് സമയം ദുഹറിന്റെ മുമ്പ് അത് വീട്ടി തീർക്കുമായിരുന്നു. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, അതിനല്ലേ അല്ലാഹു തആല പകല് നൽകിയത്. പകലിൽ നഷ്ടമായതോ രാത്രി വീണ്ടെടുക്കണം. ഔ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറാ. നന്ദി ബോധത്തോടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് രാത്രിയും പകലും അല്ലാഹു തആല സംവിധാനിച്ചു. വമാ ഖലഖദ് ദക്കറ വൽ ഉൻസാ. രാത്രിയെയും പകലിനെയും സത്യം ചെയ്ത് തൊട്ടടുത്ത് തന്നെ അല്ലാഹു തആല സത്യത്തിന് കൊണ്ടുവരുന്നത് രാവും പകലും വ്യത്യസ്തത നിറഞ്ഞതുപോലെ. വമാ ഖലഖദ് ദക്കറ വൽ ഉൻസാ. ആണിനെയും പെണ്ണിനെയും, സ്ത്രീയെയും പുരുഷനെയും, ആണിനെയും പെണ്ണിനെയും പടച്ച് സംവിധാനിച്ചവനെയും സത്യം ചെയ്ത് പറയുന്നു. വമാ ഖലഖദ് ദക്കറ വൽ ഉൻസാ. ആണിനെയും പെണ്ണിനെയും ആരാണ് സൃഷ്ടിച്ചത്? ആ സൃഷ്ടിച്ചവനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. എല്ലാ ജീവികളിലും അല്ലാഹു അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. ആണും പെണ്ണും രണ്ട് സൃഷ്ടികളാണ് മൊത്തം ലോകത്തുള്ളത്. അപ്പോ ഉസ്താദേ, ഖുൻസ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ലേ? നപുംസകൻ എന്ന് പറയുന്ന ഒന്നില്ലേ? ഒന്നുകിൽ അതിനെ പെണ്ണിലേക്ക് ചേർത്തി പറയും, അല്ലെങ്കിൽ ആണിലേക്ക് ചേർത്തി പറയും. മൂന്നാമത്തെ ഒന്നായി കൂട്ടാൻ അതില്ല. മൂന്നാമത്തെ ഒരു വകുപ്പായി പരിഗണിക്കാനില്ല. അത് ഏതെങ്കിലും ഒന്നിലേക്ക് അതിന് ചേർക്കപ്പെടും. രൂപഭാവങ്ങളെ കൊണ്ടും സ്വഭാവങ്ങളെ കൊണ്ടും ശൈലി കൊണ്ടും പ്രകൃതി കൊണ്ടും ഒന്നുകിൽ ആണിലേക്ക് അല്ലെങ്കിൽ പെണ്ണിലേക്ക്.
ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സൃഷ്ടിച്ച് സംവിധാനിച്ചത് വ്യത്യസ്ത രൂപത്തിലാണ്. ആണിനെയും പെണ്ണിനെയും ഒരുപോലെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്? അല്ല. സംവിധാനിച്ചത് ഒരുപോലെയാണോ? അല്ല. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ സംവിധാനിച്ചത്? പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ. എല്ലാത്തിലും ഉണ്ടല്ലോ വൈവിധ്യങ്ങൾ. എല്ലാ ഇണകളെയും എടുത്തു നോക്ക് നിങ്ങൾ. മനുഷ്യന്റെ മാത്രല്ല, ജീവികളിൽ മൊത്തം എടുത്തു നോക്കൂ. ആണിലും പെണ്ണിലും വൈവിധ്യങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടില്ലേ? വെച്ചിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനാണ്. ആണും പെണ്ണും ഒരുപോലെയാണെന്ന് വാദിക്കുന്ന ആളുകൾക്ക് കൂടി മറുപടിയാണത്. ആണും പെണ്ണും ഒരുപോലെയല്ല, സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. സൃഷ്ടികർമ്മത്തിൽ തന്നെ അല്ലാഹു തആല വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് ഒന്നാക്കാൻ ആർക്കാ കഴിയ? അല്ലാഹു തആല വ്യത്യസ്ത രൂപത്തിലാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, വിശുദ്ധ ഇസ്ലാം ചെറുപ്പത്തിൽ അതിന് വ്യത്യാസം പഠിപ്പിച്ചു. എല്ലാവർക്കും തിരിയാ വ്യത്യാസം. പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വ്യത്യാസം പറഞ്ഞില്ല. പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മൂത്രത്തിൽ വ്യത്യാസം പറഞ്ഞില്ലേ? യുറശു മിൻ ബൗലി സ്വബിയ്യി വയുഗ്സലു മിൻ ബൗലിൽ ജാരിയ. 2 വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ മൂത്രമായതെങ്കിൽ അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കന്നെ വേണം. ആൺകുട്ടിയുടെ മൂത്രമാണ്, പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്തതാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ അതിന്റെ മൂത്രമാണെങ്കിൽ വെള്ളം കുടഞ്ഞ് മൂത്രത്തെക്കാളും അധികം വെള്ളം അവിടെ കുറഞ്ഞ് തെറിപ്പിച്ചാൽ മതി, അത് ശുദ്ധിയാകും. മൂത്രത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. രക്തത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ശരീരത്തിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഘടനകളിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. എല്ലാറ്റിലും വ്യത്യാസമുണ്ട്. ബുദ്ധിയിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ശഹ്വത്തിൽ വ്യത്യാസമുണ്ടോ? വികാരത്തിൽ വ്യത്യാസമുണ്ട്. വിചാരങ്ങളിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. ഇണക്കത്തിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. പ്രണയത്തിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ആണും പെണ്ണും തമ്മിൽ മാറ്റമുണ്ട്. ആൺവർഗവും പെൺവർഗവും തമ്മിൽ മാറ്റമുണ്ട്. എല്ലാറ്റിലും മാറ്റമുണ്ട്. ഒരുപോലെ ധൈര്യത്തിലും സ്ഥൈര്യത്തിലും എല്ലാ വിഷയത്തിലും. പക്ഷെ ആളുകൾ പറയുന്ന ഒരു മാറ്റവും ഇല്ല എന്നാണ്. എന്താ അങ്ങനെ മാറ്റല്ല എന്ന് പറയുന്ന ആൾക്കാർ? മാറ്റല്ല എന്ന് പറയുന്നതിന്റെ തത്വം, അങ്ങനെ മാറ്റല്ലാതെ ആക്കണം എന്ന് അവർ ചിന്തിക്കുന്നതിന്റെ തത്വം അത് വേറൊന്നാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല സത്യം ചെയ്തിട്ട് പറയുന്നത് കണ്ടില്ലേ? ഇന്ന സഅയകും ലശത്താ, ഇന്ന സഅയകും ലശത്താ. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ അധ്വാനങ്ങൾ, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ പ്രകൃതികൾ എല്ലാം ലശത്താ, വ്യത്യസ്തമാണ്. നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലങ്ങൾ അതും വ്യത്യസ്ത രൂപത്തിലാണ്. അങ്ങനെയല്ലേ തഫ്സീർ പഠിപ്പിക്കുന്നത്? ഒരു രൂപം മാത്രമല്ല, ഒരു വിഷയം മാത്രമല്ല, ഇബാദത്തിനെ മാത്രം അർത്ഥമാക്കിയിട്ടല്ല പറഞ്ഞത്, എല്ലാ വിഷയങ്ങളെയും അർത്ഥമാക്കിയിട്ടാണ്. ഇന്ന സഅയകും ലശത്താ. മനുഷ്യരെ, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ രീതിശാസ്ത്രങ്ങൾ, നിങ്ങൾക്ക് കർമ്മങ്ങൾ കിട്ടുന്ന പ്രതിഫലങ്ങൾ എല്ലാം ലശത്താ, വ്യത്യസ്തമാണ്. വ്യത്യസ്ത രൂപത്തിലാണ് അല്ലാഹു തആല നൽകുന്നത്. നിങ്ങളിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് കിട്ടുന്നതിനും വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ്, എല്ലാ ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന തത്വം ശരിയല്ല. വ്യത്യാസമുണ്ട്. ജനങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. അല്ലാഹുവിൽ വിശ്വസിച്ചവരിൽ തന്നെ വ്യത്യാസമുണ്ട്. കർമ്മരംഗത്തുള്ളവരിൽ തന്നെ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു വിശദമായി പറഞ്ഞില്ലേ അതിന്റെ തഫ്സീർ? മഹാനവർകൾ വിശദമാക്കിയിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഇന്ന അമലകും ലമുഖ്തലിഫുൻ, നിങ്ങളുടെ കർമ്മങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. ഫമിൻകും മൻ സഅയുഹു ഫീ ത്വലബി ദുനിയാ, നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ദുനിയാവിന് വേണ്ടി മാത്രമുള്ളവരുണ്ട്. ജീവിതം ദുനിയാവിന് വേണ്ടി മാത്രം.
ആഖിറെന്ന് പറഞ്ഞ ഒരു സംഗതിയിൽ അവർക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒരു താല്പര്യമില്ല. നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഭൗതികത മാത്രമാണ് ലക്ഷ്യം. പേരുകൊണ്ട് മാത്രം അവനൊരു മുസ്ലിമാണ്, വേറൊന്നുമില്ല. പേരുകൊണ്ട് മാത്രം മുസ്ലിമാണ്. വിശ്വാസം കൊണ്ടും അവൻ ആ രൂപത്തിലല്ല, കർമ്മം കൊണ്ടും ആ രൂപത്തിലല്ല. പിന്നെ അവൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നതുകൊണ്ട് ലക്ഷ്യം എന്താണ്? ദുനിയാവ് കുറെ സമ്പാദിക്കണം, അത്രയേ ഉള്ളൂ. ദുനിയാവില് അവൻ ജീവിക്കുമ്പോ ദുനിയാവ് കുറെ അധ്വാനിക്കണം, കുറെ സമ്പാദിക്കണം. അതിനുവേണ്ടി രാവും പകലും കഠിനാധ്വാനം ചെയ്യണം. അവന്റെ ആയുസ് തീരുന്നവരെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കും. അങ്ങനെ ഒരു വിഭാഗങ്ങളെ കൂട്ടത്തിലുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ സ്വേച്ഛതകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ മാത്രം പോയി ജീവിക്കുന്ന ആളുകളുണ്ട്. മതത്തിന്റെ മേൽവിലാസം അവർ പരിഗണിക്കില്ല. നിയമാനുസൃതമായി ജീവിക്കാൻ അവർ ഒരുക്കമല്ല. പേരുകൊണ്ട് അവരും മുസ്ലിമാണ്. അവരുടെ ഐഡന്റിറ്റിയിലും മുസ്ലിം എന്നാണുള്ളത്, രേഖകളിലും അവർ മുസ്ലിം എന്നാണുള്ളത്. താന്തോന്നികളായി ജീവിക്കുന്ന വിഭാഗം എന്താണോ അവന്റെ ഹവ പറയുന്നത്, എന്താണോ അവന്റെ കൂട്ടുകാര് പറയുന്നത്, എന്താണോ ആ കാലഘട്ടത്തിലെ സ്റ്റൈൽ എന്താണോ അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കും, ജീവിക്കുന്നു. അവനിൽ മുസ്ലിമിന്റെ ഒരു അടയാളവും മുസ്ലിമിന്റെ ഒരു വിശ്വാസവും മുസ്ലിമിന്റെ ഒരു കർമ്മവും കാണാനില്ല. നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കൂ. ഉദാഹരണങ്ങൾ ഞാനൊന്നും പറയണ്ട. ചുറ്റുഭാഗങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കൂ സഹോദരങ്ങളെ. വിശുദ്ധ റമളാനല്ലേ നമ്മൾ താമസിക്കുന്ന ഈ മാസം? വിശുദ്ധ റമളാനിലാണ്. റമളാൻ അവനെ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നോമ്പ് നോൽക്കാത്ത അല്ലെങ്കിൽ നോമ്പ് ബന്ധിക്കാത്ത ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവനും കഴിക്കുന്നു. അവന് പറയുന്നത് എനിക്കതുകൊണ്ട് കാര്യമായി ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലല്ലോ. അവന് ജോലിയെടുക്കുന്നു. അവന് റമളാനിന്റെ മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നിസ്കാരമുണ്ടോ? നിസ്കാരമില്ല. മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഐഡന്റിറ്റി നോക്കുമ്പോ അപ്പോൾ തിരിച്ചറിയുന്നു അവനൊരു മുസ്ലിമാണ്. വേറെ ഒന്നും പറയാനില്ല അവനെ പറ്റി. ഒരു മാർക്കം ചെയ്തിട്ടുണ്ട്, ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും തിരിച്ചറിയാൻ അടയാളങ്ങളില്ല. അങ്ങനെയുള്ള ആളുകളും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. വമിൻകും മൻ സഅയുഹു ഫീ ശഹവാത്തിൻ. ഇസ്ലാമിലായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷേ താല്പര്യങ്ങൾക്ക് പിന്നാലെയാണ് പോകുന്നവര്. ആണും പെണ്ണും കണ്ടില്ലേ നിങ്ങള്? ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാ പോകുന്നത്. നിയമത്തിന്റെ ലെവലിലല്ല ജീവിക്കുന്നത്. നിയമം വെച്ച് നോക്കുമ്പോൾ അത് ഹറാമാണ്, പക്ഷേ അവന്റെ താല്പര്യം അതിന് സമ്മതിക്കുന്നില്ല. ഹറാമായി മനസ്സിലാക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും താല്പര്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ഹറാമാണ് എന്ന് പറയുമ്പോൾ അവന് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. മുസ്ലിമാണോ? മുസ്ലിമാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. നിസ്കാരമുണ്ടോ? നിസ്കാരമുണ്ട്. നോമ്പുണ്ടോ? നോമ്പുണ്ട്. ചില താല്പര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല. അങ്ങനല്ലേ ആളുകൾ? നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു വേല പറഞ്ഞാൽ പറയും, മൂല്യരെ ഇത് 2024 പറയും. 2024 പറയും. ഇജാതി പരിപാടി ഒന്നും നടത്തരുത് കേട്ടോ. ഉസ്താദേ ഇത് 2024, 24, 23 മതനിയമങ്ങൾക്ക് മാറ്റണ്ടോ? മനുഷ്യൻ അവന്റെ ഇച്ഛക്ക് പിന്നാലെ പോകുന്നത്. അവിടെ വാപ്പയും സമ്മതിക്കും, പുതിയാപ്പിളയും സമ്മതിക്കും, പുതിയണ്ണും സമ്മതിക്കും, കുടുംബക്കാരും സമ്മതിക്കും, മൂല്യരും തങ്ങളും ഒറ്റപ്പെടും. ഇഖ്ലാസുള്ള കുറച്ച് ആൾക്കാർ ഒറ്റപ്പെടും. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ശരിയല്ല. താല്പര്യങ്ങൾ മാത്രം. മതത്തിന്റെ മേൽവിലാസം പരിഗണിക്കൂല. അവനാന്റെ കാര്യം വരുമ്പോ അവനാൻ എങ്ങനെയാണ്? അതിപ്പോഴത്തെ കാലത്ത് അങ്ങനല്ലേ എന്നാ ചോദ്യം. പിന്നെ ഇതിന്റെ പിന്നാലെ ആണും ചോദിക്കുന്നു, പെണ്ണും ചോദിക്കുന്നു. താല്പര്യങ്ങൾ നടക്കണം. സംഗതി ചോദിച്ചും സംഗതി വിഷയങ്ങളെ അന്വേഷിച്ച് നോക്കുമ്പോ ആള് മുസ്ലിമാണ്, ഒരു പക്കാ മുസ്ലിമാന്നൊക്കെ ആൾക്കാർ പറയും. ചിലപ്പോ സുന്യാന്ന് പറയും. ഇനി എന്ത് സുന്യാന്ന് പറയണ്ടേ? 100% സുന്യാന്ന് അതൊക്കെ പറയും. പക്ഷേ താല്പര്യങ്ങൾ വരുമ്പോ അതിന്റെ പിന്നാലെ പോകും. അവിടെ മാറ്റങ്ങളൊന്നുമില്ല. അവന്റെ വീട്ടിലാണ് ഒരു ഫംഗ്ഷനാ വരുന്നത്. മുന്നിലിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ച് വെച്ചിരിക്കുന്നു, കസേര വെച്ചിരിക്കുന്നു. ഭക്ഷണത്തിന് നേരെ വന്നിരിക്കുന്നു ഹയാ ഇല്ലാത്ത പെണ്ണ്. അന്യപുരുഷന്റെ ഇപ്പുറത്ത് വന്നിരിക്കുന്നു. ഇയാൾ എണീറ്റ് പോയാൽ
മറ്റേ പെണ്ണ് കേസ് കൊടുക്കുന്നിടത്താണ്. ഞാനൊരു മനുഷ്യനല്ലേ, എന്താ എന്നെ അങ്ങനെ അവമതിച്ചു പോകാൻ പാടുണ്ടോ എന്നുള്ളടത്താണ് അവരെ കാഴ്ചപ്പാട്. നായിരിക്കുന്ന ഒരു മുസ്ലിമത്തായ പെണ്ണല്ലേ, നിയമാടിസ്ഥാനത്തിൽ ഈ രൂപത്തിലുള്ള ഒരു കൂടിക്കലർ പറ്റൂല എന്ന് ഇസ്ലാം പറയുമ്പോ നമ്മളതിന്റെ പിന്നാലല്ലേ നിൽക്കേണ്ടത്? പക്ഷെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ഇന്നത്തെ രാത്രിയല്ലേ, ഇന്നത്തെ ഒരു പകലല്ലേ, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? ആരാ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്? ആരാ പറയേണ്ടത് അഡ്ജസ്റ്റ്മെന്റ്? ദീനല്ലേ നമുക്ക് മേൽവിലാസം ഉണ്ടാക്കി തരേണ്ടത്. എന്താ ഈ പരിപാടിക്ക് മാത്രം ഇവിടെ സഹോദരന്മാര് പിറകില? അവരെ മുന്നോട്ടിരുത്താലോ. എന്തിനാ വ്യത്യാസം കാണിച്ചത്? അത്തരത്തിൽ കല്യാണം നടത്തുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കുന്നു, എന്തിനാ അത് അപ്പുറത്തൊക്കെ സ്ഥലം ഉണ്ടല്ലോ, അത് കടപ്പുറല്ലേ, വിശാലമായ സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും പെണ്ണുങ്ങൾ എടുത്തുണ്ടോ? ഇല്ലല്ലോ. ഇതിന്റെ ഇടയിൽ എത്തിയാ പോരെ. എന്തിനാ അപ്പുറത്തൊരു മറ വെച്ച് ഒരു ഡിവൈഡ്? എന്തിനാ ഇവിടെ? ഇതിന് പരിപാടിക്ക് മാത്രം സെപ്പറേഷൻ നിയമം, ബാക്കിയുള്ളടത്തൊക്കെ പ്രശ്നമില്ല. നിങ്ങളെ ഓരോരുത്തരുടെയും വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങളാ ഞാൻ പറഞ്ഞത്. താല്പര്യങ്ങളെ പിന്നാലെയാണ് അവിടെ. അവിടെ കൊട്ടും കുരവും ഒക്കെ പറ്റും. അത് പുറത്തെവിടെങ്കിലാണെങ്കിൽ എന്ത് പണിയാണ് ഓലി ചെയ്യുന്നത്? മുസ്ലിങ്ങളായിട്ട് അവനാന്റെ വീട്ടിൽ വരുമ്പോ ആദ്യം പറയണ നിയമം എന്താണ്? അവിടെ പറയണം ആദ്യം, എന്റെ വീട്ടിൽ വന്ന് നിന്റെ പെണ്ണിന് ഹലാലല്ലാത്ത രീതിയിൽ പറഞ്ഞു ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കബിൽത്ത് പറഞ്ഞിട്ടില്ല. ആ ആൺകുട്ടി വന്നിട്ട് ആ പെണ്ണിനെ തൊടുന്ന രൂപത്തില്, ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന രൂപത്തില് കേക്ക് മുറിച്ചിട്ട് അവളെ വായിലേക്ക് വെക്കുന്നതും ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതും തനിച്ച ഹറാമാന്ന് പറയുമ്പോ സാധേ അതൊന്നും ഇല്ലാതെ ഇപ്പൊ കാര്യം നടക്കൂല. ആ താല്പര്യത്തിന്റെ പിന്നാലല്ലേ നിങ്ങളുള്ളത്? സംഗതി ഒക്കെ മുത്തുമോമിനിയങ്ങളാണ്, എ ക്ലാസ് സുന്നിയാണ്. എന്ത് സുന്നിയാ പറയാനുള്ളത്? ഈ താല്പര്യങ്ങൾക്ക് പിറകിൽ പോയിട്ടോ, ആഗ്രഹങ്ങൾക്ക് പിറകിൽ പോയിട്ടോ ഒരു ഉസ്താദിനും നിക്കാഹിന്റെ സദസ്സിൽ വരാൻ കഴിയുന്നില്ല. എന്തേ കാരണം? മുന്നിൽ ഇതാ നിങ്ങൾ ഇരിക്കും പോലെ മുന്നിൽ വെഞ്ചിട്ടിരിക്കുന്നത് ആരാ? സെലക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് മുന്നില്, റെഡി ആയിട്ട്. ഞങ്ങളൊക്കെ ഒന്നിനാത്രം പോകുന്നവരാണ്, വേണമെങ്കിൽ തെരഞ്ഞെടുത്തോളി എന്നുള്ള നിലക്ക്. അതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മൂലര് ഇവിടെ വെച്ച് പറഞ്ഞില്ലേ, തലേന്ന് പറഞ്ഞെടുത്തിട്ട് കേൾക്കാത്തോണ്ടല്ലേ അവിടെ വെച്ച് പറഞ്ഞ്. സത്യം പറയണ്ടായിട്ടല്ലേ അവിടെ വെച്ച് പറഞ്ഞ്. സ്വകാര്യമായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലല്ലോ. അപ്പോഴൊക്കെ നീന്റെ ഒരു നിസ്കാരവും ഒരു ഈമാനും മാത്രം ലെവലാക്കി താല്പര്യങ്ങൾ നിനക്ക് ഒഴിവാക്കാൻ പറ്റൂല. എന്നിട്ട് അത് മാമൂലായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് പലരുടെയും പിന്നില്. ആരാ അത് മാമൂലാക്കി തന്നത്? എന്നിട്ട് അതിനൊരു പേരും മിഠായി കല്യാണം. നഊദു ബില്ലാഹി മിൻ ദാലിക്. മറ്റൊരു ജില്ലയില് ആ പേരിലൊരു കല്യാണം വെച്ചതിന് ആകെ ചെലവെന്ന് ആലോചിച്ച് നോക്കുമ്പോ നമ്മള് ബോധം കെട്ട് വീഴും. അങ്ങനത്തെ ഒരു കല്യാണത്തിന് നിക്കാഹ് നടന്നിട്ടില്ല കേട്ടോ, നിക്കാഹ് ആയിട്ടില്ല. അതിന്റെ മുമ്പുള്ള ഈ പേരിലുള്ള ഒരു കല്യാണത്തിന് 15 ലക്ഷം ചെലവഴിച്ചതിനാണ്. നിങ്ങൾ എരിവലിക്കണ്ട, അതാ സമീപ ഭാവിയിലും വരാനുള്ളത്. തല അതിന് സമ്മതിച്ചു കൊടുക്കരുത്. ഇന്ന സായക്കും ലശത്താ എന്നുള്ള തഫ്സീർ ഞാൻ വായിക്കുമ്പോ കുശേരി ഇമാമ് പറയാണ്, താല്പര്യങ്ങളെ പിന്നിൽ മാത്രം പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, ആഗ്രഹങ്ങളെ പിന്നില്. അവിടെ ഒക്കെ നടക്കണം അല്ലേ? എല്ലാ ആഗ്രഹങ്ങളും നടക്കണം. ആർഭാടങ്ങളിലോ അതിലൊരു കുറവില്ല. മുമ്പ് കാലത്തൊക്കെ നമ്മുടെ നാട്ടില് വെള്ളം മധുരം പറ്റുന്ന ആൾക്കൊരു വെള്ളം, പറ്റാത്ത ആൾക്കൊരു വെള്ളം അല്ലേ? ഇപ്പൊ എങ്ങനെയാന്ന് അറിയങ്ങള്? ഇപ്പൊ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവും, ഇവിടെ അല്ല, സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവും കൊടിന്റെ കളറ്. അതിലപ്പുറം കളർ കാണണമെങ്കിൽ കല്യാണത്തിന്റെ അവിടെ വന്നാൽ മതി. അതും മുസ്ലിം കല്യാണത്തിന് വന്നാൽ മതി. എത്ര കളറിലാ വെള്ളം ഉള്ളത്? പുതിയ പാർട്ടിക്ക് ഏതെങ്കിലും കളർ കിട്ടിയില്ലെങ്കിൽ കളർ നോക്കാൻ അങ്ങോട്ട് വന്നാൽ മതി, അവിടെ കിട്ടും കളറ്. എന്തിനാണിത്? എന്തിനാണ് ഈ വകയിലുള്ള ആർഭാടങ്ങളൊക്കെ എന്തിനാ? അത് യോജിക്കുമ്പോ അത് മാത്രം പറയരുത്. ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നല്ല വളർന്നോളി, ഒക്കെ നമ്മൾ കേൾക്കാനൊക്കെ നല്ല ഉഷാറാണ്. നമ്മളെ നെഞ്ഞുക്കുത്തിന് വർത്താനം നിങ്ങൾ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ശരി, അതല്ലേ ഇന്ന സായക്കും ശത്താന്ന് പറഞ്ഞത്. നിങ്ങളെ നാട്ടിൽ നിങ്ങളൊക്കെ നടത്തുന്ന കല്യാണങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് പക്ഷെ ഒന്നേ ഉണ്ടാകുള്ളൂ, ഒന്നേ സഹോദരങ്ങളെ അള്ളാഹു തആല സ്വീകരിക്കുന്നതുണ്ടാകുള്ളൂ. ലക്ഷ്യം ഒന്ന് മാറിയിട്ടല്ലേ 2 ഖുർബാനിൽ ഒരു ഖുർബാൻ അള്ളാഹു സ്വീകരിക്കാതിരുന്നത്? ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളല്ലേ ഹാബീലും ഖാബീലും?
രണ്ടുപേരും സമർപ്പിച്ചത് ഹലാലായ ഖുർബാനല്ലേ? രണ്ടുപേരും മരുഭൂമിയിൽ ഒരു ഖുർബാൻ സമർപ്പിച്ചു, ഒരു പുണ്യദാനം. ഖുർബാൻ പുണ്യദാനം. ഇത് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ഒരാളുടെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു, മറ്റാളുടെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടില്ല. ഉണ്ടാക്കിയത് ഹലാലായ മുതലല്ലേ? ഹലാലായ മുതലാണ്. ഞാനിത് പറയുമ്പോ കുറെ ആൾക്കാർ അതങ്ങനെ സ്വീകരിക്കൂല എന്നാണ് പറയാൻ പറ്റുമോ? എന്തെല്ലാം സ്വലാത്തും ബുർദയൊക്കെ തലേന്ന് നടന്നാണ്. പിറ്റേന്നുള്ള പേക്കുത്തങ്ങൾക്കൊക്കെ തലേന്നുള്ള ബുർദ മതിയോ? ഷാഫി കാഫി ആയിട്ട് മതിയോ? അങ്ങനെയാണ് ഇന്ന് അങ്ങനെ സുഖാണല്ലോ. ഒരൊറ്റ നിയ്യത്തിന്റെ മാറ്റം കൊണ്ടല്ലേ ഒരാളെ ഖുർബാൻ സ്വീകരിക്കാതിരുന്നത്? എന്തേ നിന്റെ ഖുർബാൻ മാത്രം അല്ലാഹു സ്വീകരിച്ചത്? പുണ്യദാനം വെച്ചു, മുകൾ ഭാഗത്തിൽ നിന്നൊരു തീ ഇങ്ങനെ ഇറങ്ങി വന്നു, തീക്കാറ്റ്. ഹാബീലിന്റെ ഖുർബാൻ മാത്രം സ്വീകരിച്ചു, ഹാബീലിന്റെ ഖുർബാൻ സ്വീകരിച്ചില്ല. രണ്ടും ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളല്ലേ? അല്ലേ സഹോദരങ്ങളെ? രണ്ടും ആദം നബിന്റെ മക്കളല്ലേ? രണ്ടുപേരും കൊണ്ടേ വെച്ചത് ഖുർബാനല്ലേ? എന്നിട്ട് എന്തേ ഒരാളുടേത് സ്വീകരിക്കാതിരുന്നത്? ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്, വേറെ ആരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ നിയ്യത്തിന് ചെറിയൊരു മാറ്റം വന്നു, അതുകൊണ്ട് നീ മുത്തഖിയായില്ല. ഒരു നിയ്യത്തിൽ വന്നൊരു മാറ്റാണ് അവിടെ ഒരു വിഷയം ഉണ്ടായത്. സദുദ്ദേശം എന്നുള്ളത് പോയി. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്നു, റമളാനിലെ തറാവി നിസ്കരിക്കുന്നു, നിസ്കരിക്കുന്ന നിസ്കാരക്കാലം എത്ര ആളെ നിസ്കാരം സ്വീകരിക്കപ്പെടും? എത്ര ആളെ നിസ്കാരം സ്വീകരിക്കപ്പെടും? വല്ലാത്ത രസാണ് നിസ്കാരങ്ങളൊക്കെ. എത്ര ആളെ നിസ്കാരം സ്വീകരിക്കപ്പെടും? അല്ലാ, ചിലർ ഇമാമിന്റെ ഒപ്പം തന്നെ, ചിലർ ഇമാമിന്റെ മുന്നിൽ തന്നെ. ചിലർ ഇമാം എന്താ റുക്കൂ പോകാത്തതെന്ന് ആലോചിക്കുന്നത് അല്ലേ? ഒക്കെ തറാവി നിസ്കാരക്കാരാണ്. ആകെ ഒരു മാസത്തിലുള്ള കുറഞ്ഞ ദിവസങ്ങളിലുള്ളൂ, കുറഞ്ഞ ഒരു ടൈമല്ലേ നിസ്കരിക്കുന്നുള്ളൂ. രാത്രി മുഴുവനും ഹയാത്താക്കി നിസ്കരിച്ച മഹാന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ടൊരു കാറ്റ് തട്ടാൻ കഴിയോ സഹോദരങ്ങളെ? കാറ്റ് കൊള്ളാൻ കഴിയോ? 40 കൊല്ലവും 50 കൊല്ലവും നിസ്കാരം കൊണ്ട് രാത്രി ദുആ കൊണ്ടും മറ്റും ഹയാത്താക്കിയ മഹാന്മാര്, മഹദിമാർ. ഇബ്നു സീരീൻ റളിയല്ലാഹുവിന്റെ പെങ്ങളൊക്കെ ആരാ? ഹഫ്സ ബിൻതു സീരീൻ റളിയല്ലാഹു അൻഹ ഉമ്മമാരെ ആരാണ്? ബീവി ഇബ്നു സീരീൻ റളിയല്ലാഹുവിന് ഖുർആനിൽ വല്ല ആശങ്കയും സംശയവും വന്നാൽ എന്റെ പെങ്ങളെടുത്ത് പോയിക്കോളി, പെങ്ങള് മറുപടി പറഞ്ഞു തരും. പെങ്ങളെ ഹഫ്സ ബിൻതു സീരീൻ രാത്രി നിസ്കരിക്കുമ്പോ വിളക്ക് കെട്ടുപോയി, വീട് മുഴുവനും പ്രകാശിക്കുന്നു. 40 കൊല്ലത്തിലധികം രാത്രി ഹയാത്താക്കിയ മഹദിയാണ്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം പെങ്ങളാണ്. എന്തൊരു മഹത്വമാണ് അല്ലാഹു അവർക്കൊക്കെ നൽകിയത്. ഇൽമു കൊണ്ട് ദീനിനെ ഹയാത്താക്കിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കുന്ന സമയത്ത് വിളക്ക് കെടുത്തിപ്പോയപ്പോ പൊന്നാനിപ്പള്ളിയിലെ തൂണ് പ്രകാശിച്ചു കൊടുത്തില്ലേ കിതാബോദാൻ? ഇൽമിന് വേണ്ടി ഖിദ്മത്തെടുക്കുമ്പോ ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന് മുന്നിലുള്ള മരം, ഉണങ്ങിയ മരം പ്രകാശിച്ചു കൊടുത്തില്ലേ കിതാബ് എഴുതാൻ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് സ്വന്തം വിരല് വെളിച്ചമാക്കി കൊടുത്തില്ലേ അല്ലാഹു കിതാബ് എഴുതാൻ? അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവും സഹോദരനും നടന്നു പോകുമ്പോ രാത്രി കൂരിട്ടാണ് മുത്തുനബി തങ്ങളെ ഹദ്റത്തിൽ നിന്നാണ് വരുന്നത്. മുന്നിൽ ഒരു വെളിച്ചം, അതാ അവർക്ക് വഴി കാണിച്ചുകൊണ്ടൊരു വെളിച്ചം മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും 2 ദിശയിലേക്ക് തിരിഞ്ഞപ്പോ രണ്ടാളുടെ മുന്നിലും വെളിച്ചം വേറെ വന്നു. അവരൊക്കെ മുന്നിൽ പോയി നിൽക്കേണ്ട, അവരൊക്കെ അടുത്തു പോയി കാണാൻ സഹവാസം കിട്ടാൻ കഴിയുമോ സഹോദരങ്ങളെ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ധൃതി കൂട്ടി ഇടങ്ങേറായി നിസ്കരിച്ചു എന്നൊക്കെ പറയാം, പക്ഷേ ഇഖ്ലാസാണ് മുഖ്യം. ഇന്ന സഅയകും ലശത്താ.
നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ലക്ഷ്യം ഒരുപോലെ അല്ലാത്തത് കൊണ്ട് പ്രവർത്തനങ്ങൾക്കും മാറ്റം വന്നു, എല്ലാ വിഷയങ്ങൾക്കും മാറ്റം വന്നു. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലെ നിസ്കാരത്തിന് ഓഫറായി പറഞ്ഞ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അത് കിട്ടണമെങ്കിൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. രണ്ട് നിബന്ധന വെച്ചു. ഒന്ന് ഈമാനൻ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ ഒരു സുന്നത്താണ് ഞാൻ ഈ നിർവഹിക്കുന്നത്. ഒരു കാട്ടിക്കൂട്ടലല്ല ഇത്. തങ്ങൾ സുന്നത്താക്കിയ ഒരു അമല ഞാൻ ഈ ചെയ്യുന്നത്. ആ ഉറച്ച വിശ്വാസത്തോടെ വേണം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ. നാട്ടുകാരൊക്കെ കൂടി തറാവീന് വരുമ്പോ ഞാൻ എങ്ങനെ വരാതിരിക്ക? അങ്ങനെ നീ വന്നിട്ട് കാര്യമില്ല. എല്ലാവരും തറാവീന്, എന്നോട് പ്രായമുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ വരുമ്പോ ഞാൻ എങ്ങനെ വരാതിരിക്ക? അങ്ങനെ നീ വരണ്ട. അങ്ങനെ ഒരു പേരിനും പെരുമക്കും നീ വരണ്ട. അവരൊക്കെ കൂടി വരുമ്പോ ഞാൻ എങ്ങനെ നിസ്കരിക്കാതിരിക്കാന്ന് ഇത് വരണ്ട. ഈമാനൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു സുന്നത്താണ് എന്ന നല്ല യഖീനോടെ നല്ല വിശ്വാസത്തോടെ വരണം. അല്ല ലാസ്റ്റിലെങ്കിലും ഒരു 4 റക്അത്തിൽ ഞാൻ എത്തണ്ടേ? തറാവിയിൽ എത്തിയറിയാൻ ഒരു 8 റക്അത്തെങ്കിലും എത്തണം. 8ന്റെ ടീമിലെങ്കിലും പെടണ്ടേ? 4ന്റെ ടീമില്ലല്ലോ, അതിലെങ്കിലും പെടണ്ടേ? ഒരു 12-ലെങ്കിലും വന്ന് കൂടണ്ടേ? അങ്ങനെ ഒന്നും വന്നിട്ടൊരു കാര്യമില്ല സഹോദര, വെറുതെ പണി. എന്തിനാണിത്? അങ്ങനെ കുറെ ആൾക്കാർ 12-ന് വന്നിട്ട് കൂടാണ്. 20-ന് ദുആക്കൊക്കെ ഒരു സജീവമായിട്ടുണ്ട്. എന്തൊരു ആമീനാ പറയുന്നത്. മുന്നോല് ഒന്ന് നേരം വൈകി ഒന്ന് ബാക്കി നിസ്കരിക്കുന്നല്ലോ, ഓല ആകെ വരുന്നതന്നെ 12-നാ. എന്ന് പിന്നെ 12-നാ. ഈമാനൻ വഹ്തിസാബൻ, മടുപ്പുണ്ടാകരുത്, ദീർഘിച്ചു പോയല്ലോ എന്ന് തോന്നിപ്പോകരുത്. ഈ റമളാൻ എന്താന്ന് തീർന്നിട്ടാന്ന് ചിന്തിച്ചു പോകരുത്. ഈ നിസ്കാരം വളരെ സ്ലോവാണല്ലോ എന്ന് കരുതി പോകരുത്. ഒന്നും നിന്റെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ഒരു ചിന്തയും ഉണ്ടാകരുത്. മഹാന്മാരെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അമലാണ് നിസ്കാരം. അതേ നീയത്ത് നന്നാക്കി പ്രതിഫലം കാക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം അതാണ്. ഒരു മടുപ്പും നിന്റെ മനസ്സിലുണ്ടാകരുത്. നിന്റെ ശരീരത്തിന് ആ രീതിയിൽ ഒരു അലസതയും ഉണ്ടാകരുത്. അങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ അലസതയും മറ്റുണ്ട് എന്നതിന് തെളിവെന്താറിയോ? കുറെ ആൾ ഇമാമിനോട് മുസാവാത്തായിട്ടാ പോകുന്നത്. കറാഹത്ത്. കുറെ ആൾക്കാർ ഇമാമിന്റെ മുന്നിൽ ഇമാമ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോഴേക്കും ഓല് റുക്കൂയിലെത്തി. കുറെ ആൾക്കാർ ഇമാം അല്ലാഹു എന്ന് പറയുമ്പോഴേക്ക് ആ ലെവലിൽ തന്നെയാണ് പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇമാം എപ്പോ സലാം വിട്ടുന്നോ അപ്പോലും വിട്ടി. 2 സലാമുകരെ കാത്തിക്കാനും നേരല്ല, ഒരു സലാം വരെ കാത്തിക്കാൻ നേരണ്ട, അതിനും നേരല്ല. ഇമാം അസ്സലാമു എന്ന് പറയുമ്പോഴേക്ക് അവരും വിട്ടി അസ്സലാമു അലൈക്കും. ഇങ്ങനൊക്കെ കൂടിയാണ് നിസ്കരിച്ച് റെഡി ആയിട്ട് വല്ല കാര്യമുണ്ടോ? നിസ്കാരക്കാരെ മൊത്തം കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ 6 ചുട്ടെടുക്കാൻ കടഞ്ഞെടുക്കാൻ എത്ര ഉണ്ടാകും? നമ്മളാ നിസ്കരിക്കേണ്ടത് നല്ല ഇഖ്ലാസിലാകണം. നോമ്പ് നോൽക്കേണ്ടതും ഇഖ്ലാസിലാകണം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും പറഞ്ഞപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, ഈമാനൻ വഹ്തിസാബൻ. മറ്റേതാ രാത്രിയൊക്കെ വെറുതെ ആയിപ്പോകും, ഒരു ഉപകാരത്തിൽ കൊള്ളൂല. ആ അമലൊക്കെ അങ്ങനെ ആയിപ്പോകും. അള്ളാഹു നമ്മുടെ അമലൊക്കെ കബൂലിയത്ത് തരട്ടെ. ഒന്ന് സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി മഹാന്മാരൊക്കെ അധ്വാനിച്ചു നോക്ക് നിങ്ങൾ. ചെറിയ അധ്വാനം പോരട്ടോ. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഇഷ്ടദാസനല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. 1 ദിർഹമോ 1 ദീനാറോ കൂലി വാങ്ങാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മിനയുടെ താഴ്വരയിൽ പോയി തോളിൽ കല്ലേറ്റിയിട്ട് കഅബ പടുത്തുയർത്തുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു റൗണ്ട് കല്ലിങ്ങനെ വെച്ചാൽ, ഒരു വരി ഇങ്ങനെ വെച്ചാൽ അപ്പൊ പറയും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഞാൻ മിനയിൽ നിന്ന് കല്ലേറ്റി കൊണ്ടുവന്നു എന്നുള്ളത് നീ സ്വീകരിക്കാനുള്ള മാനദണ്ഡമല്ല. ഞാൻ നിന്റെ ഖലീലാണ് എന്നുള്ളത് സ്വീകരിച്ചോളണം എന്നതിന് മാനദണ്ഡമല്ല. ഞാൻ ഈ പണിയൊക്കെ ചെയ്തത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണം. നീയാണ് സ്വീകരിക്കുന്നവൻ, നീയാണ് എന്റെ മനസ്സറിയുന്നവൻ. ഓരോ വരിയും വെക്കുമ്പോൾ അങ്ങനെ ദ്വാരന്നിട്ടുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഏറ്റവും മുകളിലെത്തിയിട്ട് മുഴുവനായി 4 ഭിത്തികളും പൂർത്തിയാക്കിയപ്പോഴാണ് നീണ്ട ദുആ ചെയ്തത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് വേണ്ടിയൊക്കെ അപ്പോഴാണ് ദ്വാര
ദ്വാരുന്നത്. മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മൊത്തം ദ്വാരുന്നത് എപ്പോഴാണ്? ഓരോ വരി കല്ല് വെക്കുമ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചാകണം, മറ്റൊന്നും ലാക്കാക്കിക്കൊണ്ടാകരുത്. ഞാനും ഒരു മുസ്ലിമായിട്ട് ഈ നാട്ടിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എന്നാകരുത്. ഏത് നാട്ടിൽ പോയാലും, ഏത് കാലാവസ്ഥ വന്നാലും, ഏത് തിരക്കിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും ഈ സംവിധാനങ്ങൾക്ക് മാറ്റം വരാത്ത ഒരു തരത്തിലാണോ നിന്റെ നോമ്പും നിസ്കാരവും? നിന്നിൽ ഇഖ്ലാസുണ്ട്. ഏതെങ്കിലും ഒരു ദിവസത്തെ തിരക്ക് കൊണ്ട് അന്നത്തെ തറാവീഹ് മുടങ്ങിയതില് ഇന്നങ്ങനെ അങ്ങോട്ട് കഴിച്ചിലായി കിട്ടിയെന്നാണോ നിന്റെ മനസ്സിലുള്ളത്? ഇഖ്ലാസ് പോരാ. ഇന്നിങ്ങനെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കറങ്ങി ഒന്ന് ഹോസ്പിറ്റലിൽ മറ്റൊക്കെ പോകേണ്ടി വന്നോണ്ട് ഇന്നത്തെ തറാവി അങ്ങനെ ഉണ്ടായി കിട്ടി, ഇനിയിപ്പോ ബാക്കിയുള്ള ദിവസം നോക്കിയാൽ മതിയല്ലോ എന്നാകരുത്. അന്നത്തെ ആ തറാവീഹ് അങ്ങോട്ട് പോയാൽ അന്നത്തെ ആ തറാവീഹ് അന്ന് ബാക്കിയുള്ള സമയം പൂരിപ്പിക്കണം. ഒരു സുന്നത്ത് നിസ്കാരം പോലും അതിന്റെ സമയത്ത് നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരു സമയത്ത് നിർവഹിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹർ നിസ്കാരം കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ മുറ്റത്ത് രണ്ട് ടീം തർക്കമായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഗോത്രക്കാര്, വലിയ പ്രശ്നമാണ്. അവരെ പ്രശ്നങ്ങൾക്ക് മസ്ലഹത്ത് പറയാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അസ്ർ വാങ്ങ് കൊടുക്കുന്നവരെ ആ ചർച്ച നീണ്ടു. അസ്ർ വാങ്ങ് കൊടുത്തപ്പോഴാണ് ആ ചർച്ച ഒന്ന് പരിഹരിച്ചു വിട്ടത്. ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. അസ്ർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിങ്ങൾ നോക്ക്, നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ചുളിവില് ഒരു നോമ്പ് അങ്ങനെ ഉണ്ടായി കിട്ടി, ഒരു നിസ്കാരം അങ്ങനെ ഉണ്ടായി കിട്ടി, ഒന്നാണ് പോയി കിട്ടി, അതൊരു ലാഭമായി കണക്കൂട്ടരുത്. ഇഖ്ലാസ് ഉള്ള ആൾക്ക് അത് ലാഭമായി കണക്കൂട്ടാൻ കഴിയില്ല. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ചില ആളുകൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ചില ആളുകൾ ആഖിറം തേടിക്കൊണ്ട് ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. വാഖറു, മറ്റു ചിലർ ഫീ തസ്ഫീഹി തഖ്വാഹു, അവർക്ക് അല്ലാഹു നൽകിയ ആത്മവിശുദ്ധി അത് ശരിപ്പെടുത്തുന്നതിലാണ് അവരുടെ ജീവിതം. ഞാനൊരു മുത്തഖിയാകണം, ഞാനൊരു മുത്തഖിയാകണം എന്ന ചിന്തയാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, നിയ്യത്ത് നന്നാക്കുന്നു, അമല് റെഡിയാക്കുന്നു, പോരായ്മകൾ ഓരോന്നും ഓരോന്നും തീർക്കുന്നു. വേറെ കുറെ ആളുകൾ ഫീ തസ്ഫിയത്തി ദിക്റാ, അള്ളാഹുവിനെ ഓർക്കുന്നത് എന്റെ മനസ്സിൽ നല്ലോണം സ്ഥാനം പിടിക്കണം, അതിനെന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തണം, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ എനിക്ക് കഴിയണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. അവസാനം മഹാനവർകൾ പറഞ്ഞു, വമിൻകും മൻ യജ്മഉ ബൈന സഅയിൻ നഫ്സി ബിത്ത്വാഅതി വസഅയിൽ ഖൽബി ബിൽ ഇഖ്ലാസ് വസഅയിൽ ബദനി ബിൽ ഖുറബി വസഅയിൽ ലിസാനി ബിദിക്രില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളുണ്ട്. സ്വന്തം ശരീരത്തെ ആരാധന കൊണ്ട് അവര് അധ്വാനിപ്പിച്ചു, ഖൽബിൽ ഇഖ്ലാസ് കിട്ടാൻ വേണ്ടി അധ്വാനിച്ചു, ശരീരത്തിൽ പുണ്യകർമ്മങ്ങൾ മാത്രം അവര് സ്വീകരിച്ചു, സ്വന്തം നാവില് അള്ളാഹുവിന്റെ ദിക്ർ മാത്രം രൂപപ്പെടുത്തി. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ജനങ്ങൾക്ക് നസീഹത്ത് ചെയ്ത് ദീനിന്റെ മാർഗത്തിൽ ഖിദ്മത്തെടുത്ത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് അവരെ ക്ഷണിച്ച് അങ്ങനെ നല്ല പ്രവർത്തനങ്ങളുമായി ഇബാദത്തിന് മുടക്കമില്ലാതെ കഴിയുന്ന ആളുകളുണ്ട്. ചുരുക്കത്തിൽ ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ്. ചിലരുടെ പ്രവർത്തനം കൊണ്ട് ആളുകൾ എത്തുന്നത് സ്വർഗത്തിലേക്കാണ്, ചിലര് അവരുടെ പ്രവർത്തനം കൊണ്ട് എത്തുന്നത് നരകത്തിലേക്കാണ്. സ്വർഗത്തിലേക്ക് എത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. സ്വഭാവങ്ങളും വ്യത്യസ്തമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല കാരുണ്യബോധമുള്ളവരുണ്ട്, മനസ്സിൽ ആർദ്രതയുള്ളവരുണ്ട്, മനസ്സിന് കടുത്ത സ്വഭാവക്കാരുണ്ട്, സഹനശീലന്മാരുണ്ട്, എടുത്തുചാട്ടക്കാരുണ്ട്, ധർമ്മിഷ്ഠന്മാരുണ്ട്, പിശുക്കന്മാരുണ്ട്. ഓരോ നിലപാടിലും വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവരുണ്ട്. ഇന്ന സഅയകും ലശത്താ,
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ് ഇമാം ഖുർത്തുബി തങ്ങൾ അതിന് തെളിവായി കൊണ്ടുവന്നത്. അന്നാസു ഗാദിയാനി, മനുഷ്യന്മാര് രണ്ട് രൂപത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഫമുബ്താഇൻ നഫ്സഹു ഫമുഅ്തിഖുഹാ, സ്വന്തം ശരീരം വിറ്റ് ആഖിറത്തിലേക്ക് വേണ്ടി ശരീരത്തെ മോചിപ്പിക്കുന്നവരുണ്ട്, അതിനു വേണ്ടി ശരീരം വിൽപ്പന നടത്തുകയാണ്. വബാഇഉൻ നഫ്സഹു ഫമുബിഖുഹാ, ശരീരം വിൽക്കുന്നുണ്ട്, പക്ഷേ ആ ശരീരത്തെ നശിപ്പിക്കുകയാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്വന്തം ശരീരത്തെ വിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ആ ശരീരത്തെ നീക്കുപോക്കുകൾ നടത്തുക. ആ ശരീരത്തിന്റെ ആവേശവും ആ ശരീരത്തിന്റെ ഉന്മേഷവും ആ ശരീരത്തിന്റെ ക്ഷീണവും ആ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കിയിട്ട് ആ ശരീരത്തെ അങ്ങ് മോചിപ്പിക്കുക. മഹാന്മാരങ്ങനെ മോചിപ്പിച്ചില്ലേ? സ്വന്തം ശരീരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിൽപ്പന നടത്തി. ബഹുമാനപ്പെട്ട സയ്യിദുന ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുഅത്തത്തിൽ ഷഹീദായ മഹാനല്ലേ ജഅഫർ റളിയല്ലാഹു അൻഹു, വലിയ മഹത്വം കിട്ടിയ ആളല്ലേ? നിങ്ങൾ നോക്ക്, അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ വിൽപ്പന നടത്തിയത് എങ്ങനെയാണ്? രണ്ട് കൈയും വെട്ടേറ്റ് കിടക്കുന്ന മഹാൻ, തോളിന്റെ ഭാഗത്തുനിന്ന് ശത്രുക്കൾ രണ്ട് കൈകളും വെട്ടിമാറ്റിയിട്ടുണ്ട്, ശരീരത്തിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ മഹാനവർകളെ ടെന്റിലേക്ക് ഒന്ന് മാറ്റിക്കടത്തിയപ്പോ ഒരു കോപ്പ വെള്ളവുമായി ജഅഫർ റളിയല്ലാഹുവിന്റെ അടുത്ത് ആളെത്തുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു, രക്തം ഇത്ര ഒലിച്ചാൽ എത്ര ദാഹമുണ്ട്, എത്ര ക്ഷീണമുണ്ട് സഹോദരങ്ങളെ. ഒരൽപ്പം രക്തം ശരീരത്തിൽ നിന്ന് പോയാൽ ദാഹം എത്ര കട്ടിയാകും. ജഅഫർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വെള്ളം നീട്ടിക്കൊടുത്തപ്പോ മഹാനവർകൾ പറയുന്നു, വെള്ളം കൊണ്ടുവന്ന ആളോട്, ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. സൂര്യൻ അസ്തമിച്ച ശേഷം നിങ്ങൾ വന്ന് ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ വെള്ളം തരണം, എനിക്ക് നോമ്പ് തുറക്കാമല്ലോ. സൂര്യാസ്തമയ ശേഷം അതേ വ്യക്തി വെള്ളവുമായി പോയി നോക്കുമ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു വിടവാങ്ങിപ്പോയി. അള്ളാഹുവിന് വേണ്ടി ശരീരം വിറ്റുപോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ. ആ ദാഹം ശമിച്ചത്, ആ വിഷമങ്ങൾ തരണം ചെയ്ത് ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അതേ സമയത്ത് മദ്യപിച്ചുകൊണ്ട് ശരീരത്തെ നരകത്തിലേക്ക് വേണ്ടി അങ്ങനെ കൊടുത്ത ആളുണ്ട്. ഇസ്ലാമിലേക്ക് ചേർന്നിട്ട് നന്നാകണം എന്ന് നല്ല രൂപത്തിൽ ബോധവും നല്ല രൂപത്തിൽ തന്റേടൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ചിന്തിച്ച ആളായിരുന്നു മക്കയിൽ ജീവിച്ചിരുന്ന ആയിഷ. മുയുകുടിയൻ ഇസ്ലാമിലേക്ക് വന്നാല് മദ്യപാനം നടത്തിയാല് ശിക്ഷയും മറ്റൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ആയിഷന്റെ മനസ്സ് ആയിഷനെ കൊണ്ട് പറയിപ്പിച്ചു തീരുമാനം, എന്നാ ഇക്കൊല്ലം നന്നായി ഒന്ന് കുടിച്ച് അടുത്ത കൊല്ലം പോകാം, ഒരു കൊല്ലം കൂടി കുടിക്കട്ടെ. കുടിച്ച് ലക്ക് കെട്ട് സഹോദരങ്ങളെ, വാഹനം ഓടിച്ചു വരുന്ന വാഹനത്തിൽ നിന്ന് താഴെ വീണ് അതേ വാഹനം തന്നെ ശരീരത്തിൽ കയറിയിറങ്ങി ആയിഷ മരണപ്പെട്ടു. ശരീരത്തെ വിറ്റു ദുനിയാവിന് വേണ്ടി, ആഖിറത്തിലേക്ക് ആ ശരീരത്തിന് നാശം കൊടുത്തു. രണ്ട് ടീമുണ്ട് നമ്മുടെ ഇടയിൽ, രണ്ട് രൂപത്തിൽ ശരീരത്തെ വിൽക്കുന്നവരുണ്ട്. ഏതാണ് വേണ്ടത്? നമ്മളാണ് ചിന്തിച്ച് തെരഞ്ഞെടുക്കേണ്ടത്. ഏത് പ്രവർത്തന വേണ്ടത്, ഏത് സ്വഭാവ വേണ്ടത്, ഏത് ജസാ വേണ്ടത്? എല്ലാവർക്കും ഒരുപോലല്ലോ. എല്ലാ പണികളും ചെയ്യുന്ന ആൾക്ക് ഒരുപോലല്ലോ. കൂലി കിട്ടുന്ന വ്യത്യസ്തല്ലേ? വ്യത്യസ്തമാണ്. നിസ്കാരക്കാരിൽ ഏറ്റവും കൂലി കിട്ടുന്ന ആളുകൾ നമ്മളാകണം എന്ന് ചിന്തിക്കണം. നോമ്പുകാരിൽ ഏറ്റവും കൂലി കിട്ടുന്ന ആള് ഞാനാകണം, ഇഖ്ലാസ് എനിക്ക് അത്രയും വേണം. ഹജ്ജ് ചെയ്യുന്നവരിൽ കൂലി കിട്ടുന്ന ആള് ഞാനാകണം, ഞാൻ അതിനു വേണ്ടിയാകണം ഹജ്ജിന് പോകുന്നത്, തയ്യാറെടുപ്പ് അതിനു വേണ്ടിയാകണം. എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ജസാ നിങ്ങളെ അമല് പോലെ തന്നെ വ്യത്യസ്തമാണ്. അങ്ങനെയുണ്ട് തഫ്സീർ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയല്ല, കാരണം ചെയ്യുന്ന അമലുകളിലെ വ്യത്യാസം പ്രതിഫലങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലത്തെ വ്യത്യാസം, ഒരുപോലത്തെ കൂലിയല്ല കിട്ടുന്നത്. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായി, എനിക്കതിൽ വിഷമമൊന്നുമില്ല, പക്ഷെ എന്റെ മകന്റെ സ്ഥാനം എനിക്കൊന്ന് അറിയണം. എന്റെ മകൻ നരകത്തിലാണെങ്കിൽ ഞാൻ കരഞ്ഞ് 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 ജീവിതകാലം മൊത്തം എന്റെ മകന് വേണ്ടി കരഞ്ഞു ദ്വാർക്കേണ്ടി വരും. എന്റെ മകന്റെ ഹാലെന്താണെന്ന് എനിക്കറിയണം.
ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ മാതാവേ, ഇന്നഹാ ജിനാൻ, സ്വർഗം പല ഉദ്യാനങ്ങളാണ്. വ ഇന്ന ബിനക്കി അസ്വാബൽ ഫിർദൗസൽ അഅ്ലാ, നിങ്ങളുടെ മകൻ ഫിർദൗസിലെത്തിയിട്ടുണ്ട്. ആ ഉമ്മ സന്തോഷത്തോടെ ചിരിച്ചു പോവുകയാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഒരു മകനെ അള്ളാഹു തന്നിട്ടുള്ളൂ. പക്ഷേ ആ മകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായപ്പെടും. എന്റെ മനസ്സിനൊരു സമാധാനം വേണമല്ലോ, അതിനു വേണ്ടിയാ ഞാൻ വന്നത്. സഹോദരങ്ങളെ, ഷഹാദത്തിന്റെ മധുരം കിട്ടിയവരൊക്കെ വിജയിക്കുമെന്ന് കരുതരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഷഹീദായിട്ട് ഇങ്ങനെ കടന്നു പടയുമ്പോ എല്ലാരും വന്നിട്ട് സന്തോഷം പറയാണ്, ഹനി അല്ലക ബിശ്ശഹാദ, ഹനി അല്ലക ബിശ്ശഹാദ. സ്വഹാബത്തിന് പുറത്തുള്ള കാഴ്ചപ്പാടല്ലേ അറിയുള്ളൂ. നല്ല നബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉന്നം പേച്ച് വന്ന അമ്പ് തറച്ചത്. മിദ്അം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ആ അമ്പ് തറച്ചിട്ട് കിടന്ന് പടഞ്ഞ് മരിച്ചുപോയി. അപ്പൊ സ്വഹാബത്തൊക്കെ വന്നിട്ട് ഷഹാദത്തിന്റെ മംഗളാശംസ നടത്തുമ്പോ തങ്ങൾ പറഞ്ഞു, നിർത്തൂ നിങ്ങൾ ആ പറച്ചില്. നിങ്ങളത് പറഞ്ഞത് നിങ്ങൾക്ക് കാര്യം അറിയില്ലല്ലോ. ഖൈബറിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്ത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് ഇദ്ദേഹം എടുത്തു വെച്ച ഒരു പുതപ്പ് ലതഷ്തഇലു അലൈഹി നാറ, അദ്ദേഹത്തിന്റെ മേൽ തീ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ബാഹ്യാർത്ഥത്തിൽ ആളുകളെ പോയി എന്നല്ലേ മനസ്സിലാവുന്നുള്ളൂ. എല്ലാവരും ഒരുപോലെയല്ല. നിസ്കാരക്കാരിലും വ്യത്യാസമുണ്ട്, നോമ്പുകാരിലും വ്യത്യാസമുണ്ട്, ഹജ്ജുകാരിലും വ്യത്യാസമുണ്ട്. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ അമലുകളൊക്കെ വ്യത്യസ്തമാണ്. ഇഖ്ലാസ് കൊണ്ട് നന്നാക്കണം, ഇഖ്ലാസ് കൊണ്ട് നിയ്യത്ത് കൊണ്ട് നന്നാക്കണം. എല്ലാവരും ഒരേ നിയ്യത്തിൽ ഒരേ ഇഖ്ലാസിലല്ല, പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ഈ ചുരുങ്ങിയ ആയുഷ്കാലത്ത് ചെയ്യുന്ന അമല് അത് വൃഥാവിലാകാൻ പാടില്ല. എനിക്ക് കിട്ടുന്ന ചെറിയൊരു അവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. ഒരൊറ്റ അമലും എനിക്ക് വെറുതാകാൻ പാടില്ല. ചെയ്യുന്നത് ചെറുതാണെങ്കിലും അതിലെനിക്ക് ഇഖ്ലാസ് വേണം. സഹോദരങ്ങളെ, രാവും പകലും അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സംവിധാനിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയല്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ രാത്രി ഒന്ന് കൂടാൻ വേണ്ടി കൂട്ടുകാരനായ ത്വാരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു വന്നു. എന്തിനാണ് രാത്രി കൂടാൻ വന്നത് എന്നറിയോ? സൽമാനുൽ ഫാരിസി തങ്ങളെ രാത്രിയിലെ ഇബാദത്തൊന്ന് നോക്കിക്കാണാനാണ്. രാത്രി എത്രയുണ്ട് അധ്വാനം, രാത്രി എത്രയുണ്ട് പരിശ്രമം, ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി വന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? ഫഖാമ യുസല്ലി മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. കുറച്ചു നേരം നിസ്കരിച്ച് ദുആർന്ന് ദിക്ർ ചൊല്ലുമ്പോഴേക്ക് സുബ്ഹിയായി. പിന്നെ സുബ്ഹി നിസ്കരിക്കുന്നു. തീവ്രമായ അധ്വാനങ്ങളും മറ്റൊന്നും കണ്ടില്ല. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളെ രാത്രിയിലെ ഇബാദത്തും അതിന്റെ അധ്വാനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നോക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ്. കൂട്ടുകാരൻ ത്വാരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു അതറിയാൻ വേണ്ടി വന്നതാ, പക്ഷെ അങ്ങനൊന്നും കണ്ടില്ലല്ലോ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശം, ഹാഫിളു അലാ ഹാദിഹി സ്വലവാത്തിൽ ഖംസ്, 5 നിസ്കാരങ്ങൾ നിങ്ങൾ പതിവാക്കി നിസ്കരിക്കണം. സമയം തെറ്റാതെ അദായി നിസ്കരിക്കണം. ഫഇന്നഹുന്ന കഫാറാത്തുൽ ലിഹാദിഹിൽ ജിറാഹാത്ത്, ചെറുദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ 5 നിസ്കാരങ്ങൾ മതിയായതാണ്. വൻകുറ്റങ്ങൾ സംഭവിക്കാതിരിക്കുമ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ജനങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. അവരവരെ കേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോകും. അലാ സലാസി മനാസിൽ, ഏത് നാട്ടിലും ജനങ്ങൾ 3 വകുപ്പിലുണ്ടാകുക. നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ 3 വകുപ്പിലുണ്ടാകും ആൾക്കാർ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 വകുപ്പിൽ ആളുകളെ കാണാം. ഒരു കൂട്ടം ആളുകള് അവർക്ക് രാത്രി പ്രതികൂലമാണ്, അനുകൂലമല്ല. വേറൊരു കൂട്ടം ആളുകൾ അവർക്ക് രാത്രി അനുകൂലമാണ്, പ്രതികൂലമല്ല. മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ അവർക്ക് രാത്രി അനുകൂലവുമല്ല, പ്രതികൂലവുമല്ല. അങ്ങനത്തെ 3 വിഭാഗം ആളുകളാണ് മൊത്തത്തിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉള്ളത്. നമുക്കേതാ വേണ്ടത്?
ഫറജുലുൻ ഇഗ്തനമ ദുൽമത്തൽ ലൈലി ഫീ ഗഫ്ലത്തിൻ നാസ്. ജനങ്ങളുടെ അശ്രദ്ധയിൽ രാത്രിയുടെ ഇരുട്ടിനെ മുതലെടുത്ത് സമ്പാദിച്ച ആളുകൾ. രാത്രി ഇരുട്ടിയാലും ആ ഇരുട്ട് കൊണ്ട് ഉപകാരമുണ്ടാകണം. അന്തിപ്പാതിര നേരമായാലും താൻ ചെയ്യുന്ന കർമ്മം നന്നാകണം. നല്ല നീയത്തോടെ ദീനിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടിയുള്ളതാകണം എന്ന് പൂതി വെച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ആളുകൾ, അവര് രാത്രി അനുകൂലമാകുന്ന ആളുകൾ, പ്രതികൂലമാകുന്ന ആളുകൾ ഒക്കെയുണ്ട്. ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോ കുറ്റകൃത്യങ്ങളിലേക്ക് പായുന്ന ആളുകളില്ലേ, അവര് രാത്രി പ്രതികൂലമായ അവസ്ഥയിലാണ്. സംസ്കാരം കഴിഞ്ഞു, വീട് വിട്ട് പുറത്തിറങ്ങി, അവന്റെ താല്പര്യങ്ങളൊക്കെ നടക്കാണ്. കുടിക്കാനുള്ളത്, പിടിക്കാനുള്ളത്, അവന്റെ അനാവശ്യത്തിനുള്ളത്, എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലേ. രാത്രിയുടെ ഇരുട്ടിൽ അവന്റെ പണിയതാണ്. ആളുകളൊക്കെ ഉറക്കിലേക്ക് പോകുമ്പോ അവന്റെ രാത്രി പ്രതികൂലമാണ്. രണ്ടാമത്തെ ടീം രാത്രി അനുകൂലമായി വരുന്നവര് ഇരുട്ട് മുതലാക്കി, ജനങ്ങളുടെ അശ്രദ്ധയും മുതലാക്കി ഫഖാമ യുസല്ലി, രാത്രി അവൻ നിസ്കരിക്കുന്നു. ജനങ്ങൾ ഉറങ്ങുമ്പോ ഇവനും ഉറങ്ങി, മുഴുവനും ഉറങ്ങി തീർത്തില്ല. ആളുകളൊക്കെ ഉറങ്ങുമ്പോ ഇവൻ എഴുന്നേറ്റു, കുറച്ചെങ്കിലും അവൻ നിസ്കരിച്ചു. അവന്റെ ആരോഗ്യം പോലെ ചിലര് കൂടുതൽ നിസ്കരിക്കുന്നവരുണ്ട്, ചിലര് മണിക്കൂർ കണക്കിന് നിസ്കരിക്കുന്നവരുണ്ട്. ഏതായാലും മുഴുവനായും ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആള് രാത്രി അനുകൂലമാണ്, അവന് രാത്രി പ്രതികൂലമല്ല. അവന്റെ രാത്രി അവന് സന്തോഷമാണ്. ചിലര് രാത്രി ഖുർആൻ ഓതും. കുറെ എല്ലാരും ഉറങ്ങുമ്പോ കുറച്ചേരം കൂടി ഖുർആൻ ഓതട്ടെ എന്ന് എഴുതിയിട്ട് കുറച്ചേരം കൂടി ഖുർആൻ ഓതും, കുറച്ചേരം കൂടി ദിക്റല്ലട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിക്റില്ലത് അങ്ങനെയാണല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് മഹാനവറുകൾ കയ്യിലുള്ള ആ മാല അങ്ങനെ മറിക്കും. ചെറിയ മാലല്ല, 1000 മണിയുടെ മാല. നമ്മൾ ആരെങ്കിലും ഒരു ദിക്റാൽക്കൊക്കെ ആ മാലയാണ് മുന്നോട്ട് വെച്ചെങ്കിൽ നമ്മൾ പറയും, എനിക്കൊരു ചെറിയ അർജന്റ് ഉണ്ട്, കഴിഞ്ഞിട്ട് വരാന്ന് പറയും. അപ്പോഴേക്ക് ഈ മാല ഏകദേശം മറിച്ച് തീരുമല്ലോ. 1000 മണിയുള്ള മാലയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇശാ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ നിന്ന് വരും, ഈ മാല എങ്ങനെ മറിക്കും? സുയ്യൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, 12 തവണ മറിച്ചതിന് ശേഷമേ ഉറങ്ങുള്ളൂ. അപ്പൊ 12,000 ദിക്ർ. നമ്മളൊരു 50എങ്കിലും, ഒരു ഹദ്ദാദിന്റെ 50എങ്കിലും പതിവാക്കണ്ടേ, അല്ലെങ്കിൽ ഒരു 100എങ്കിലും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരങ്ങനെ 12,000 ഒക്കെ തീർക്കുമ്പോ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ ആകണ്ടേ, ഒന്ന് കാണാനെങ്കിലും, അടുത്തെത്താനാലെങ്കിലും ഒന്ന് കാണെങ്കിലും വേണ്ടേ. അതിന് കുറച്ചെങ്കിലൊക്കെ അധ്വാനം വേണം. മുതലാക്കുന്ന രാത്രി സമ്പാദിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് നിസ്കരിക്കാൻ പോകുന്ന സ്വഹാബിയായിരുന്നു സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു. പക്ഷെ മഹാനവറുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. രാത്രി എത്ര ഉറക്കൊഴിച്ചാലും രാവിലെ നോക്കിയാൽ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഉണ്ടാവും മുഖം. അങ്ങനെയാണ് മഹാനവറുകളുടെ മുഖത്ത് നോക്കിയാൽ. എത്ര രാത്രി, നമ്മൾ രാത്രി ഉറക്കൊഴിച്ചാൽ രാവിലെ കണ്ടാൽ എന്താ മുഖത്ത് ഇങ്ങനെ ആൾക്കാർ പറയില്ലേ, ഇന്നലെ ഉറങ്ങിയില്ലതിന്, ഇന്നലെ ഹോസ്പിറ്റലിലേന്നു ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഇന്നലെ മരണ വീട്ടിലേന്നു ഉറങ്ങാൻ കഴിഞ്ഞില്ല, കല്യാണ വീട്ടിലെ ഉറക്കൊഴിച്ചതിന്റെ അടയാളം. മഹാനവറുകൾ എത്ര രാത്രി ഉറക്കൊഴിച്ചാലും രാവിലെ ഇങ്ങനെ എണീറ്റ് വന്ന കിടക്കപ്പായെന്ന് ഉറക്കൊക്കെ റെഡിയാക്കി നല്ല ആവേശത്തോടെ വന്ന പോലെ ഉണ്ടാവും. അങ്ങനെ മഹാനവറുകളുടെ നിസ്കാരത്തിന്റെ ഈ ഭംഗി ഇങ്ങനെ കേട്ടിട്ട് യാത്ര പോകുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി കൂടി പിന്നാലെ പോയി യാത്രയിൽ സംഘമായിട്ട് രാത്രി നിസ്കാരം നോക്കാൻ വേണ്ടിയിട്ട്, രാത്രി നിസ്കാരം ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ പോകുന്ന പോക്കില് മരുഭൂമിയിലെ സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പൊ ഈ ഇബാദത്ത് നോക്കാൻ വേണ്ടി പോയ സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹുവിന്റെ കൂട്ടുകാരൻ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരുന്നു. അപ്പുറത്തൊരു കുറ്റിക്കാടുണ്ട്, ആ കുറ്റിക്കാട്ടിലേക്ക് മഹാനവറുകൾ ഇപ്പൊ എഴുന്നേറ്റ് പോകും എന്ന് അത് നോക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് അതാ പോണ് സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു അതാ പോകുന്നു. മഹാനവറുകൾ നിസ്കാരം തുടങ്ങിയപ്പോ നോക്കാൻ വേണ്ടി പോയ കൂട്ടുകാരൻ പിന്നാലെ പോയി ഒരു മരത്തിന്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു. എന്താ നിസ്കാരം! സുബ്ഹാനല്ലാഹ്. നിസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഒരു സിംഹം വന്നു. നോക്കാൻ വേണ്ടി പോയ കൂട്ടുകാരനായ സ്വഹാബി പഠിച്ചോനെ, ഞാൻ ആകെ പേടിച്ചു. മരത്തിന്റെ ചില്ലയില് പിടിച്ച് മുറുക്കി റെഡിയാക്കി അവിടെ ഇരുന്നു. സിംഹം നേരെ വന്നു സിലത്ത് ബിൻ അശ്യം റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. റുക്കൂയിൽ പോകുമ്പോഴും സുജൂദിൽ പോകുമ്പോഴൊക്കെ സിംഹം ഇങ്ങനെ മണം പിടിക്കുന്നു. സലാം വീട്ടിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നിന്റെ അന്നമല്ല, നിനക്കുള്ള ഭക്ഷണമല്ല.
നിന്റെ റിസ്ക് വേറെ സ്ഥലത്ത് പോയി അന്വേഷിക്കണം, പോ. സിംഹത്തോട് വർത്തമാനം പറഞ്ഞപ്പോ സിംഹം അങ്ങോട്ട് തിരിച്ചുപോയി. കാത്തു നിൽക്കുന്ന സ്വഹാബി പറയുന്നു, വല്ലാത്ത നിസ്കാരമാണ്. സുബ്ഹിന്റെ സമയമാകുന്നതിന്റെ തൊട്ടു മുമ്പ് സിലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്തു. ആ ദുആ കഴിഞ്ഞ ശേഷം കുറ്റിക്കാടിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ ടെന്റിലേക്ക് മടങ്ങി. ഞാനും പിന്നാലെ പോയി. സുബ്ഹി നിസ്കാരത്തിന് മഹാനവറുകൾ വന്നു. സുബ്ഹിന്റെ ശേഷം ഞങ്ങളോടൊപ്പം യാത്ര തുടർന്നു. ഒരു ക്ഷീണവും മുഖത്ത് കാണാനില്ല. മെത്തയിൽ നിന്ന് കിടന്നുറങ്ങിയ ആള് എഴുന്നേറ്റ് വരുന്ന അതേ പ്രതീതിയാണ്. മുഖത്ത് വല്ലാത്ത തെളിച്ചമാണ്. അത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. ഇമാമിങ്ങൾക്കൊക്കെ ഉണ്ടത് ഇബാദത്തിനുള്ള ഒരു തൗഫീഖും ഒരു സൗന്ദര്യമാണ്. സഹോദരങ്ങളെ, കുറച്ചെങ്കിലും അവരുടെ പിന്നാലെ രാത്രിയുള്ള സമ്പാദ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗമാണ് അനുകൂലികൾ. രാത്രി മുതലാക്കുന്ന ആളുകൾ നന്മയിലായിട്ട് നമ്മുടെ സദസ്സ് അല്ലാഹു അത്തരത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗം അനുകൂലവുമല്ല പ്രതികൂലവുമല്ല. ഫറജുലുൻ സ്വല്ലാ, ഇശാ നിസ്കരിച്ച് സുമ്മനാമ, പിന്നെ അങ്ങോട്ട് ഉറങ്ങിയൊരു ഉറക്കം, സുബഹി വരെ ഉറങ്ങി. ഫദാലിക ലാ ലഹു വലാ അലൈഹി. രാത്രി അനുകൂലവും അല്ല പ്രതികൂലവും അല്ല, ഉറക്കന്നെ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങി, സുബഹിയാൻ കൊടുക്കണവരെ ഉറങ്ങി. അവന് രാത്രി അനുകൂലൊന്നും പറയാൻ പറ്റൂല, പ്രതികൂലൊന്നും പറയാൻ പറ്റൂല. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരനോട് പറഞ്ഞു, വഇയ്യാക വൽ ഹഖ, നീ കാർക്കശ്യം പുലർത്തുന്നത് ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ കുറെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധവും വാശിയും പിടിച്ച് നീ ഇടങ്ങേറാക്കരുത്. വഅലൈക ബിൽ ഖസ്ദി വദ്ദവാം, മിതത്വം സ്വീകരിക്കണം. പതിവായി ചെയ്യുന്ന അമല് അങ്ങനെ തന്നെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ സഹോദരങ്ങളെ, രാവും പകലും ആണിനെയും പെണ്ണിനെയും പടച്ച റബ്ബിനെയൊക്കെ സത്യം ചെയ്ത് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ച വിഷയം മറക്കരുത്. ഇന്ന സഅയകും ലശത്താ, വ്യത്യസ്ത കർമ്മങ്ങളാണ്. എല്ലാ കർമ്മങ്ങളെ കൊണ്ടും എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തൂല. സ്വർഗത്തിലേക്ക് എത്തുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ റിള കാംക്ഷിക്കുന്ന വിധത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ലവരായി തീരണം. നല്ല സ്വഭാവത്തിന്റെ വക്താക്കളാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ വിശദീകരണമാണ് ഫഅമ്മാമൻ അഅതാ എന്ന് തുടങ്ങിയ ഭാഗം. ഇൻഷാ അള്ളാഹ് നാളെ മുതൽ അത് വിശദീകരിക്കാം. അള്ളാഹു തആല നമ്മുടെ സദസ്സ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.